പരിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് പറഞ്ഞ പ്രകാരം നാഥൻ ചെയ്യുന്ന നന്മകളെ ഓർത്തുകൊണ്ട് ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് ഈ രാത്രികാലം കർത്താവിനെ സ്തുതിക്കുവാനും ആരാധിപ്പാനും നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ റിബമനഗദര ബൗഡമനാദര രീഖബലഗദല ബൗഡമനഗ ശബ്ദരാദരവ റിഖലാദികക്ഷര ബൗഡമനാദരവ. എല്ലാവരും അല്പസമയം ദൈവത്തെ ആരാധിച്ചാണ്ട് വലിയ ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ ആരംഭ പ്രാർത്ഥനയിൽ തന്നെ നമ്മുടെ മേൽ വ്യാപരിക്കപ്പെടേണ്ടതിനായി വലിയ ദൈവത്തിൻ്റെ കൃപ ഈ രാത്രികാലം നമ്മുടെ മേൽ വ്യാപരിക്കപ്പെടേണ്ടതിനായി കരങ്ങളെടുത്ത് ദൈവത്തെ സ്തുതിച്ചാണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. തുടരമന റിഗമനഗദര ബൗഡമനാദരവ റിഖാലഗരഗ സന്ദരേദഗദനാദലവ ബൗഡമന റിഗമനഗദര ഗക്ഷര റിഗമനാദലവ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Glory Jesus, glory Jesus, glory Jesus. എല്ലാ അന്ധകാരത്തിന് മൂടുപടങ്ങളെയും സ്വർഗത്തിന് ഭൂമിക്ക് അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഈ രാത്രികാലം ഞങ്ങൾ തകർക്കുകയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ സർവശക്തനായ ഞങ്ങളുടെ കർത്താവേ, നല്ല രാത്രികാലത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. വീണ്ടും ഒരു സഭായവും കൂടെ ഈ ദേശത്ത് കർത്താവേ അവിടെ ദാനമായി തന്നതിനായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. അനേകർക്ക് ഈ ഭാഗ്യം ലഭിക്കാതിരിക്കുമ്പോൾ നിന്റെ കുഞ്ഞുങ്ങളായ ഞങ്ങൾക്ക് കർത്താവേ ഇതുപോലൊരു കർത്താവേ സാവകാശത്തെ അവിടുന്ന് ഒരുക്കി തന്നതിനായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. കടന്നു വരുവാൻ ആഗ്രഹിച്ച് വഴിയാതല്ലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും എത്ര വേഗം ഇവിടുന്ന് കൂട്ടി വരുത്തുമാറാകണമേ. തടസ്സങ്ങളെല്ലാം മാറി ദിനജനം ഒരുമിച്ച് കടന്നു വന്ന് സത്യത്തിൽ ആത്മാവിനോ കർത്താവിനെ ആരാധിപ്പാന് ബലപ്പെടുവാന് ശക്തി പ്രാപിപ്പാന് അവിടുത്തെ സന്നിധാനത്തിലെ സന്തോഷ പരിപൂർണത അവിടുത്തെ വലതുഭാഗത്തെ പ്രമോദങ്ങൾ അനുഭവിപ്പാന് സ്വർഗമേ അവിടുന്ന് സഹായിക്കണമേ. പുതുപരം ഞങ്ങളെ ധരിപ്പിക്കണമേ. പുതുകൃപ ഞങ്ങളുടെ പകരുമാറാകണമേ. ദർശനങ്ങളെ തരണമേ കർത്താവേ. വെളിപ്പാടുകളെ പ്രാപിച്ചവരായി കൃപാവരങ്ങളെ ജ്വലിക്കപ്പെട്ടവരായി അന്ധകാര സൂക്ഷയ്ക്ക് വേണ്ടി എഴുന്നേൽക്കുവാന് സ്വർഗം ഞങ്ങളെല്ലാവരെയും ശക്തരാക്കി തീർക്കണമേ. കുഞ്ഞുകുട്ടി ഭേദവൻ എല്ലാവരെയും കർത്താവേ ആത്മാവിന്റെ വലിയ നിറവിനാൽ ഈ രാത്രികാരോട് നിറയ്ക്കുമാറാകണമേ. ഹല്ലേലൂയ. യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാൽ നിറച്ച് നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിയതുപോലെ അവിടുത്തെ ജനത്തിൽ കൂടെ വിടുതലുകൾ നടക്കുവാന് യേശുവിനെ കാണുവാന് അനേകരെ കർത്താവിലേക്ക് ആകർഷിക്കപ്പെടുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണമേ. പാടുവാനും ആരാധിപ്പാനും കർത്താവിന് കൃപ ഞങ്ങളുടെ മേൽ പകരുമാറാകണമേ. കടന്നു വന്ന പോലെ അല്ല കർത്താവെ, വലിയ വിടുതലോടെ ഈ രാത്രികാലം മടങ്ങി പോകുവാന് എല്ലാ നിന്റെ മക്കളെ അവിടെ ശക്തീകരിക്കണമേ. നിന്റെ ജനത്തിന് കൊടുക്കേണ്ട ദൂതികൾ ആലോചനകൾ ആത്മനിറവോടെ പ്രസ്താവിപ്പാന് അവിടെ ഞങ്ങളെ ശക്തീകരിക്കണം. അവിടുത്തെ നാമം ഈ രാത്രികാലം മഹത്വമെടുക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ യാഗപീഠത്തിലേക്ക് വരുമ്പോൾ നിനക്ക് സഹോദരനോട് വല്ലതും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ അത് യാഗപീഠത്തിൽ മാറ്റിവെച്ച് ആദ്യം പോയി സഹോദരനോട് ക്ഷമ ചോദിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹല്ലേലൂയ കർത്താവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം സ്നേഹിക്കുക, ക്ഷമിക്കുക. അമ്മേ ഹല്ലേലൂയ കർത്താവിന് ഏറ്റവും ഹല്ലേലൂയ നമ്മൾ ഈ ആരാധന കഴിക്കുന്ന മുമ്പ് ഹല്ലേലൂയ നമ്മുടെ ഹൃദയങ്ങളിലെല്ലാം ഒന്ന് ഏകാഗ്രപ്പെട്ട് ഹല്ലേലൂയ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ നമുക്കറിയാം ഹല്ലേലൂയ ഏലിയാവ് പലപ്പോഴും തീ ഇറക്കി പ്രശ്നങ്ങൾ നടത്തി തീ ഇറക്കി ആൾക്കാർ മരിച്ചപ്പോൾ ഏലീശ പ്രവാചകൻ വന്നപ്പോൾ ഹല്ലേലൂയ ഏലീശ പ്രവാചകനെ പിടിക്കാൻ ആരാമ സൈന്യം ചുറ്റി നിന്നപ്പോൾ ഹല്ലേലൂയ ആ വലിയൊരു സൈന്യം അറിയാം. ദൈവത്തിൻ്റെ ദൂതന്മാർ ചുറ്റും പാളയമിറങ്ങി തീ അഗ്നിരഥങ്ങളൊക്കെ പാളയമിറങ്ങിയപ്പോഴും ആരെയും ദഹിപ്പിച്ചു കൊന്നില്ല. അവിടെ ഹല്ലേലൂയ എലീശ പുരോഹിതൻ കാണിച്ചൊരു വിധമുണ്ട്. അവരെ കൂട്ടിക്കൊണ്ടുപോയി
അവർക്ക് തിരിച്ചുവിട്ട് അവർക്ക് വെള്ളവും ഹല്ലേലൂയ ആഹാരമൊക്കെ കൊടുത്തു വിട്ടു. ആമേൻ ഹല്ലേലൂയ. അല്ലെങ്കിൽ ആ രാജകൊട്ടാരം ചെന്നപ്പം ആമേൻ ഹല്ലേലൂയ അവരെ കൊല്ലട്ടെ എന്ന് ചോദിച്ചപ്പോൾ കൊല്ലണ്ട, അവരെ ആഹാരവും വെള്ളവും കൊടുത്ത് അവരെ തിരിച്ചു വിട്ടിട്ട് അങ്ങോട്ട് ക്ഷമിച്ച് അവരെ പറഞ്ഞു വിട്ടപ്പോൾ അത് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാവർക്കും വചനം അറിയാം. വചനത്തിലൂടെ പറയുക ആ ക്ഷമിച്ചവരെ വിട്ടപ്പോൾ പിന്നീട് ആ ദേശത്ത് ക്ഷാമം വന്നപ്പോൾ ഈ ആരാമ സൈന്യമാണ് ഹല്ലേലൂയ വീണ്ടും അവരോട് യുദ്ധം ചെയ്യാൻ വന്നപ്പോൾ വലിയൊരു സമ്പത്തായിട്ട് അവർക്കെതിരെ വന്നത്. നമുക്കറിയാം അന്ന് പ്രവാചകൻ പറഞ്ഞ ദൂത് നാളെ ഈ സമയത്ത് ഷേക്കലിന് ഒരു സേയ ഗോതമ്പ് 2 സേയ യവമൊക്കെ വിൽക്കുമെന്ന് പറഞ്ഞെങ്കിൽ അത് കൊടുക്കാൻ വേണ്ടിയുള്ള ആൾക്കാരാണ് അവർ. അതുകൊണ്ട് നമുക്കറിയാം എല്ലാവരോടും ക്ഷമിച്ച് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിനായി ഹല്ലേലൂയ എല്ലാവരോടും ക്ഷമിക്കുക. നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ പാടി സ്തുതിക്കുക. എന്ന് നമുക്ക് പൂർണ്ണ ഹൃദയത്തോടും ഈ യാഗപീഠത്തിന് അടുത്ത് വരുന്നത് ഹല്ലേലൂയ പൂർണ്ണ ആത്മാവോടും ശക്തിയോടും നമുക്ക് ആ ജീവനുള്ള ദൈവത്തെ ആ സ്നേഹത്തോടെ ദൈവത്തെ ആരാധിക്കാം. ഒരുമിച്ച് ചേർന്ന് പാടാം. സ്തുതിപ്പിൻ എന്ന് സ്തുതിച്ചിരുന്നു. ഹല്ലേലൂയ. എന്നും സ്തുതിച്ചിടും യേശുരാജാതിരാജാവിനെ. സ്തുതിപ്പിൻ എന്നും സ്തുതിച്ചിടുവിൻ യേശുരാജാതിരാജാവിനെ. ഈ പാഠലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാഠലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാഠലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാഠലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. അവൻ വരുന്ന നാളിൽ എന്റെ കരം പിടിച്ചു തന്റെ മാറോടണച്ചിടുമേ. അവൻ വരുന്ന നാളിൽ എന്റെ കരം പിടിച്ചു തന്റെ മാറോടണച്ചിടുമേ. ആ സമൂഹമതിൽ അന്നു കർത്താവുമായി അത്തുഘോഷിക്കും സന്തോഷത്താൽ. ആ സമൂഹമതിൽ അന്നു കർത്താവുമായി അത്തുഘോഷിക്കും സന്തോഷത്താൽ. ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ഈ പാഠലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാഠലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. എൻ പാപങ്ങളെ മുറ്റും കഴുകിടുവാൻ തൻ ജീവനെ നൽകിയവൻ. എൻ പാപങ്ങളെ മുറ്റും കഴുകിടുവാൻ തൻ ജീവനെ നൽകിയവൻ. വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാനോടിതൻ ദൂതരുമാ. വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാനോടിതൻ ദൂതരുമാ. ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ഈ പാഠലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാഠലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. കണ്ണുകൾ കോതിച്ചിടുന്നേ ഉള്ളം തുടിച്ചിടുന്നേ നാദാതിലൂടെ വരവിനായി. കണ്ണുകൾ കോതിച്ചിടുന്നേ
തുടിച്ചിടുന്നേ നാഥാ നിന്നുടെ വരവിനായി. പാലിൽ കഷ്ടതകൾ ഏറും ദിനം തോറുമേ നാഥാ വേഗം നീ വന്നിടണേ. പാലിൽ കഷ്ടതകൾ ഏറും ദിനം തോറുമേ നാഥാ വേഗം നീ വന്നിടണേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാഠലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാഠലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. അവൻ വരുന്ന നാളിൽ എന്റെ കാലം പിടിച്ചു തന്റെ മാറോടണച്ചിടുമേ. അവൻ വരുന്ന നാളിൽ എന്റെ കാലം പിടിച്ചു തന്റെ മാറോടണച്ചിടുമേ. ആ സമൂഹമതിൽ അന്നു കർത്തനുമായി ആഘോഷിക്കും സന്തോഷത്താ. ആ സമൂഹമതിൽ അന്നു കർത്തനുമായി ആഘോഷിക്കും സന്തോഷത്താ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാഠലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാഠലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. എൻ പാപങ്ങളെ കുറ്റം കഴുകിടുവാൻ തൻ ജീവനെ നൽകിയവൻ. എൻ പാപങ്ങളെ കുറ്റം കഴുകിടുവാൻ തൻ ജീവനെ നൽകിയവൻ. വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാകോടികൾ ദൂതരുമാ. വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാകോടികൾ ദൂതരുമാ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാഠലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാഠലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഞങ്ങൾ ബോധിച്ചിടുന്നേ ഉള്ളം തുടിച്ചിടുന്നേ നാഥാവിലൂടെ വരവിനായി. ഞങ്ങൾ ബോധിച്ചിടുന്നേ ഉള്ളം തുടിച്ചിടുന്നേ നാഥാവിലൂടെ വരവിനായി. പാലിൽ കഷ്ടതകൾ ഏറും ദിനം തോറുമേ നാഥാ വേഗം നീ വന്നിടണേ. പാലിൽ കഷ്ടതകൾ ഏറും ദിനം തോറുമേ നാഥാ വേഗം നീ വന്നിടണേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാഠലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. 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 ഈ പാഠലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ.
ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവർക്കും ദൈവസാന്നിധ്യം എഴുന്നേറ്റ് നിൽക്കാം. ദൈവസാന്നിധ്യം കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ കർത്താവിന്റെ വചനം പറയുന്നത് അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുന്ന. ഹല്ലേലൂയ. അതിൽ ഒരാൾ പോലും ഈ ആത്മാവിനെ പ്രാപിക്കാതെ മധ്യേ കാണരുത്. അഭിഷേകം വ്യാപരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, കുഞ്ഞുങ്ങളെല്ലാം ഹല്ലേലൂയ പ്രവചിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ഉച്ചന്മാർ ദർശനങ്ങളെ കാണും. വചനം പോലെ തന്നെ ഹല്ലേലൂയ സകല ജഡത്തിന്മേലും ആത്മാവിനെ പകർന്ന കർത്താവ് നമ്മുടെ മധ്യമുണ്ട്. അധികം കൊതിക്കുന്നവർക്ക് അധികം പകർന്ന കർത്താവ്. നമുക്ക് ഒരു വിശ്വാസം പാടി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. ഇറങ്ങണമേ, അഗ്നിതാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിതാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. പോലെ ഇറങ്ങണമേ, അഗ്നിതാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിതാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിതാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിതാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു, ആഹാവ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു, ആഹാവ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിതാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിതാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ,
മുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേൽ ദൈവമേ, ആ തീ എന്നിൽ നിറയ്ക്കണമേ. സിനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേൽ ദൈവമേ, ആ തീ എന്നിൽ നിറയ്ക്കണമേ. അവൻ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അവൻ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ഇനി ആത്മാവിൽ നിറയ്ക്കണമേ. അത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ഇനി ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അവൻ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാവ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാവ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അവൻ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അവൻ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ.
Hallelujah, hallelujah, hallelujah. Glory Jesus. മരിച്ചവരെ ജീവിപ്പിക്കുകയും എല്ലാത്തിനും ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ആത്മാവിന്റെ ശക്തി ഇരുപതിനോട് നമ്മുടെ പകരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കവരെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ, എന്റെ എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ, എന്റെ എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥാ, ഈ നേരം നീയാണെന്നെല്ലാം എല്ലാം, എന്നുമെന്നും എൻ പിതാവ്. നിന്മാരോടു ചേരട്ടെ ഞാൻ യേശുനാഥാ, ഈ നേരം നീയാണെന്നെല്ലാം എല്ലാം, എന്നുമെന്നും എൻ പിതാവ്. ഞാനാകന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും യേശുവേ, ഞാനാകന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും യേശുവേ, എന്റെ എല്ലാം നീയേ, എൻ ജീവനും
എല്ലാം എല്ലാം നീയേ. എൻ ജീവനും പ്രാണനും നീയേ. എന്റെ എല്ലാം എല്ലാം നീയേ. എൻ ജീവനും പ്രാണനും സമുദ്രനെ ആദരിയാതെ വേണം നമുക്ക് വേണ്ടി സകലവും ഏൽപ്പിച്ചു തന്നവനായ നമ്മുടെ കർത്താവ് രാത്രികാലവും നമ്മുടെ മധ്യയുള്ളതിനാ നമ്മുടെ എല്ലാമായി യേശു ഹല്ലേലൂയ അവസാനത്തുള്ള രക്തം വരെയും നമുക്ക് വേണ്ടി ഊറ്റി തന്ന നമ്മുടെ കർത്താവ് പൈശാചികന്റെ അടിമത്തത്തിൽ നിന്ന് തന്റെ രക്തത്താൽ നമ്മെ വിലക്കി വാങ്ങിയ കർത്താവ് മനസ്സലിമിന്മാ ദൈവോ ജീവന്റെ ജീവനായ യേശു നാഥന്റെ നാഥനായ യേശു ഈ രാത്രികാലവും നമ്മുടെ മധ്യയുള്ളതിനാൽ മറ്റാരെക്കാളിലും വലിയവനായ നമ്മുടെ കർത്താവ് ഈ രാത്രികാലം നമ്മുടെ മധ്യ ഉള്ളതിനാൽ സ്തുതിക്ക് യോഗ്യനായവൻ ഹല്ലേലൂയ തന്റെ ജനത്തിന്റെ സ്തുതികളിന്മേൽ അധിവസിക്കുന്ന യേശു തമ്പുരാൻ ഈ രാത്രികാലവും നമ്മുടെ മധ്യ എഴുന്നള്ളി വന്നിരിക്കുകയോ നമുക്ക് അവനെ മഹത്വപ്പെടുത്താം ഹല്ലേലൂയ അവിടുത്തെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം ഹല്ലേലൂയ പൂർണ്ണമായി നമ്മെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ രാത്രികാലത്തെ തുടർന്നുള്ള ആ മീറ്റിങ്ങിന് അനുഗ്രഹത്തിനായിട്ട് പ്രിയ ഗിഫ്റ്റ് സഹോദരിയും സഹോദരന്മാരിൽ ഒരാളും പ്രാർത്ഥിച്ചാട്ട് സ്തോത്രം. സോദരം സോദരം സോദര അഖിലാണ്ടങ്ങളുടെ ഉടമസ്ഥനും നിത്യന് നീതിമാനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ ഈ നല്ല വിലറിയുമായ വിശുദ്ധ ദിവസമായ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവേ പലയിടങ്ങളായിരുന്ന അടിയങ്ങൾക്ക് കർത്താവേ ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ തുക്കണം കർത്താവ് ചെയ്ത കൃപകൾക്കായി സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവേ ഇന്ന് പൽക്കാലം ഞങ്ങൾക്ക് നല്ല പാട്ടുകളെ തന്നതിനായി സ്തോത്രം ചെയ്യുന്നു ദൈവസനെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ കർത്താവേ തിരുസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഞങ്ങൾ അടിയൊഴുങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇന്ന് പൽക്കാല സ്വർഗം സന്തോഷിക്കുന്ന ഒരു ആരാധനയായി കർത്താവെ ഞങ്ങളായി തീരുവാൻ ദൈവങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ ഇവിടെ കടന്നു വന്നത് കർത്താവ് വെറുതെയായി പോകുവാനല്ല കർത്താവെ ഞങ്ങളുടെ കഷ്ടങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നവരായല്ല കർത്താവെ ഇന്ന് പകൽക്കാലം ഒരാത്മ സാന്നിധ്യം അനുഭവിച്ച് ആത്മീക സന്തോഷം അനുഭവിച്ച് കർത്താവെ ഹല്ലേലൂയ സ്വർഗീയ സമാധാനം അനുഭവിച്ച് കടന്നു പോകുവാൻ തക്കണം ഓരോ വ്യക്തി ജീവിതങ്ങളെയും കർത്താവ് സഹായിക്കണമേ കർത്താവെ ഹല്ലേലൂയ ഞങ്ങൾ പലപ്പോഴും അയോഗ്യരായിരുന്നു കർത്താവെ കർത്താവെ ഞങ്ങളെ കർത്താവ് വിശുദ്ധീകരിച്ച് കർത്താവിന്റെ സ്വന്തം രക്തം തന്ന് ഞങ്ങളെ വിടുവിച്ച് കടന്നു വന്നിവിടെ പാർത്തക്കണം ഞങ്ങളെ യോഗ്യരാക്കി തീർത്തതിന്റെ കൃപയെ ഓരോ നിമിഷവും ഓർക്കുന്നവരായി ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും അത് കർത്താവെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്ന് പൽക്കാലം നടക്കുന്ന ഓരോ ശുശ്രൂഷകളും ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹല്ലേലൂയ ഞങ്ങളൊരു പുതിയ വിടുതൽ പ്രാപിക്കുന്നവരായി ഹല്ലേലൂയ പുതിയ ആത്മീക സന്തോഷം പ്രാപിച്ചവരായി കടന്നു പോകും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ തുടർന്ന് നടക്കുന്ന കർത്താവ് ഓരോ ശുശ്രൂഷയിലും ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹല്ലേലൂയ ഞങ്ങളുടെ വചന ധ്യാനത്തെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഓരോരുത്തരോടും ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കണമേ ഹല്ലേലൂയ കർത്താവേ സ്തോത്രം ചെയ്യുന്നു കർത്താവേ ഞങ്ങളുടെ ബുദ്ധിയിലല്ല കർത്താവേ സ്വർഗീയ ശബ്ദം തന്നെ കേൾപ്പാൻ സ്വർഗീയ വാഗ്ദത്തങ്ങളെ കേൾപ്പാൻ കർത്താവേ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ആ അനുഗ്രഹങ്ങൾ കർത്താവേ ഹല്ലേലൂയ ഓരോ നിമിഷം അനുഭവിക്കുന്നവരായി തീരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹല്ലേലൂയ കർത്താവേ സ്തോത്രം ചെയ്യുന്നു കർത്താവേ ഹല്ലേലൂയ അങ്ങനെ എല്ലാ വിഷയങ്ങളും ദിവസത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഓരോ കർത്താവ് വിശ്വാസ ജീവിതങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ അവരവരുടേതായ എല്ലാ വിഷയങ്ങളും കർത്താവ് തിരുസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇന്ന് പൽക്കാലം കർത്താവ് വിടുതലിന്റെ സാക്ഷ്യങ്ങളെ കേൾപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ അങ്ങനെ എല്ലാ വിഷയങ്ങളും ദിവസത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയ്ക്കായി സ്തോത്രം സകലമാന മൗത്വം തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നു കൃപയോട് കേൾക്കണം സ്വർഗീയ നല്ല കർത്താവേ ആമേൻ. ജെബിർ പ്രാർത്ഥിച്ചോട്ടെ.
സ്തോത്രം 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 അപ്പാ. സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവേ, നല്ല ദൈവമേ അപ്പാ, ഹല്ലേലൂയ അപ്പാ. നല്ല ഈ രാത്രികാലത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു നാഥ അപ്പാ. ദൈവം ഞങ്ങളുടെ പാദപീഠത്തിൽ വീണ്ടും ദൈവം ഒരു വിശുദ്ധാരാധനയായി ഞങ്ങൾക്ക് ദൈവം കൂടി വരാൻ ലഭിച്ച വലിയ കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു അപ്പാ. വാസ്തവമായ ഞങ്ങളുടെ സാന്നിധ്യം ദൈവമേ ഞങ്ങളുടെ ദൈവം അനുഭവിച്ചറിയുന്നു അപ്പാ. പാടുവാൻ കൃപ തന്ന് പ്രാർത്ഥിപ്പാൻ കൃപ തന്നു. സങ്കീർത്തനം ദൈവമേ ഞങ്ങൾ സ്വർഗ്ഗം നൽകി തരുമാറാകണമേ അപ്പാ. ദൈവമേ അപ്പാ, പുതിയ സാക്ഷികളെ അപ്പാ ദൈവമേ കേൾപ്പിക്കുമാറാകണമേ അപ്പാ. ദൈവമേ ആശ്വാസത്തിന്റെയും ദൈവം വിടുതലിന്റെയും സാക്ഷികളെ ദൈവമേ ഞങ്ങളുടെ സഭയിൽ ദൈവമേ സഹോദരങ്ങളോട് കേൾക്കുവാൻ ഇടയാകുമാറാകണമേ അപ്പാ. ദൈവമേ ഹല്ലേലൂയ. കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും ദൈവം ഞങ്ങളുടെ കരങ്ങളിൽ നൽകി തരുന്നു അപ്പാ. ദൈവമേ ഹല്ലേലൂയ. കാണുകയും നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹമാണ് ഹല്ലേലൂയ അപ്പാ. ഞങ്ങൾ നിന്റെ സ്വന്തമാണപ്പാ, ഞങ്ങൾ നിന്റെ മക്കളാണപ്പാ. ഹല്ലേലൂയ. ഞങ്ങളുടെ ആവശ്യങ്ങളും ഞങ്ങളുടെ കുറവുകളും എല്ലാം ദൈവം സ്വർഗ്ഗം അറിയുന്നു. പരിശുദ്ധാത്മാവിനാൽ ദൈവമേ അപ്പാ ദൈവമേ ഞങ്ങളുടെ എല്ലാ മുറിവുകളെയും അപ്പാ ഞങ്ങളുടെ എല്ലാ പാപങ്ങളെയും കഴുകി മാറ്റി അപ്പാ ദൈവമേ ഞങ്ങളുടെ ശരീരം വിശുദ്ധാരാധനയായി തീരുവാൻ ഇടയാകുമാറാകണമേ അപ്പാ. അപ്പോൾ ഒരു പ്രാവശ്യം കൊണ്ട് അടിയെ ഞങ്ങളുടെ കരങ്ങളെ ഏൽപ്പിക്കുന്നു അപ്പാ. യാതിയുടെ ദൈവമേ അപ്പായുടെ കൃപയിലും സാന്നിധ്യം ഞങ്ങളെ വഴി നടത്തുമാറാകണം. പ്രാർത്ഥനയുടെ കൃപകൾക്കായി സ്തോത്രം തന്നെ നമ്മളെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. രാത്രികാലത്തെ തുടർന്നുള്ള ആരാധനയുടെ അനുഗ്രഹത്തിനായി 75-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. Psalm 75, 75-ാം സങ്കീർത്തനം. അതിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് വായിച്ച് ദൈവത്തെ സ്തുതിക്കാം. ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ നാമം അടുത്തിരിക്കുന്നു, ഞങ്ങൾ നിന്റെ അതിശയ പ്രവൃത്തികളെ ഘോഷിക്കുന്നു. ഭൂമിയും അതിലെ സകല നിവാസികളും ഉരുകി പോകുമ്പോൾ ഞാൻ അതിൻ്റെ തൂണുകളെ ഉറപ്പിക്കുന്നു. നിങ്ങളുടെ കൊമ്പ് മേലോട്ട് ഉയർത്തരുത്, ശാഠ്യത്തോട് സംസാരിക്കുകയും അരുത്. ദൈവം ന്യായാധിപതിയാകുന്നു, അവനൊരുത്തിനെ താഴ്ത്തുകയും മറ്റൊരുത്തിനെ ഉയർത്തുകയും ചെയ്യുന്നു. എന്നേക്കും പ്രസ്താവിക്കും, യാക്കോബിന്റെ ദൈവത്തിന് സ്തുതി പാടും. ദുഷ്ടന്മാരുടെ കൊമ്പുകളൊക്കെ ഞാൻ മുറിച്ചു കളയും, നീതിമാന്മാരുടെ കൊമ്പുകളോ ഉയർന്നിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധാനത്തിൽ താണിരിക്കാം. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അനുഗ്രഹത്തിൻ്റെ ഒരു രാത്രികാലം കൂടെ കർത്താവ് നൽകി തന്നതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ആമേൻ. സന്തോഷത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം മുഴക്കിക്കൊണ്ട് നമുക്ക് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാം. ആമേൻ, സ്തോത്രം. നമ്മുടെ കർത്താവ് ഇന്ന് രാത്രികാലം വാഗ്ദത്ത പ്രകാരം നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. സ്തോത്രം. പ്രൈസ് ലോർഡ്. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും ആമേൻ, സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. പ്രത്യേകാല ഒരു സങ്കീർത്തനമാണെങ്കിൽ തന്നെയും ഇന്ന് രാത്രികാലം അതിൽ കൂടെ ഒരു പുതിയ ആലോചന നമുക്ക് ലഭ്യമാകേണ്ടതിനായിട്ട് നാം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. സ്തോത്രം. ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ നാമം അടുത്തിരിക്കുന്നു, ഞങ്ങൾ നിന്റെ അതിശയ പ്രവൃത്തികളെ ഘോഷിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. ഹിസ്കിയാവിൻ്റെ കാലത്ത് സ്തോത്രം ഇസ്രായേലിൽ വലിയൊരു വിപത്ത് ഉണ്ടാകുവാൻ ഇടയായി. സ്തോത്രം. സന്നരീബും കൂട്ടരും, അശൂർ രാജാവായ സന്നരീബും കൂട്ടരും ആമേൻ, സ്തോത്രം, യഹൂദിയെ ഛേദിച്ച് കളയുവാൻ വേണ്ടി അവൻ്റെ വലിയൊരു സൈന്യമായി വന്ന സമയത്ത് ഹിസ്കിയ രാജാവ് സ്തോത്രം ആമേൻ ദൈവസന്നിധിയിൽ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയും ചെയ്തപ്പോൾ ഹല്ലേലൂയ, അവൻ വേണമെങ്കിൽ ആ ഭാഗം ഒന്ന് വായിച്ചു. 2 ദിനവൃത്താന്തം 32-ാം അധ്യായം അതിൻ്റെ സ്തോത്രം 20-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. 32-ന്റെ 20-ാം വാക്യം. സ്വർഗത്തിലേക്ക് നിലവിളിച്ചു. അപ്പോൾ യഹോവ ഒരു ദൂതനെ അയച്ചു. അവൻ അശൂർ രാജാവിന്റെ പാളയത്തിലെ സകല പരാക്രമശാലികളെയും
പരാക്രമശാലികളെയും പ്രഭുക്കന്മാരെയും സേനാധിപതികളെയും സംഹരിച്ചു. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ സന്നിധാനത്തിൽ കരയുകയും നിലവിളിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ പൈതലേ, വിഷമഘട്ടങ്ങൾ പിറുപിറുത്ത് മാറിയിരിക്കുവാനല്ല, ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. എത്ര വലിയ കൊടിയ വിപത്ത് നിന്റെ നേരെ കടന്നു വന്നാലും ദൈവത്തോട് നീ ചേർന്നിരിക്കുന്നുവെങ്കിൽ, നീ വിശ്വസിക്കുന്ന നീ വിളിച്ചപേക്ഷിക്കുന്ന നിന്റെ ദൈവത്തിൽ നീ പൂർണ്ണമായി ആശ്രയം വയ്ക്കുന്നു എങ്കിൽ, ഹല്ലേലൂയ, അവന് എത്ര വലിയ സ്തോത്രം. സേനാധിപന്മാരെ കൊണ്ട് നിന്റെ അടുക്കലേക്ക് നിനക്കെതിരായി വന്നാലും അവരെയെല്ലാം ഉന്മൂലനം ചെയ്യുവാൻ കഴിവുള്ളവനായ ദൈവമാണ് നമ്മുടെ ദൈവം. ഒന്നുകൂടെ വായിച്ചാണ് സ്തോത്രം. അപ്പോൾ യഹോവ ഒരു ദൂതനെ അയച്ചു. കർത്താവിന് കൂടുതലൊന്നും പേര് വേണ്ട. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഒരു വലിയ സൈന്യത്തെ ഒന്നും കർത്താവിന് വേണ്ട. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ പൈതലേ, നീ സ്തോത്രം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന പൈതലാണെങ്കിൽ, ദൈവത്തിൽ നീ പൂർണ്ണമായി വിശ്വസിക്കുന്നവനാണെങ്കിൽ, നീ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വയ്ക്കുന്നവനാണെങ്കിൽ, നിശ്ചയമായും സ്തോത്രം നീ നിലവിളിക്കുമ്പോൾ നിന്റെ നിലവിളി കേട്ട് ദൂതനെ അയക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രികാലം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. സ്തോത്രം. പ്രൈസ് ലോർഡ്. അതൊരു പക്ഷേ ശത്രുക്കളായിരിക്കാം, ഒരു പക്ഷേ പ്രതികൂലങ്ങളായിരിക്കാം, ഒരു പക്ഷേ തീച്ചൂള പോലെയുള്ള സ്തോത്രം അവസ്ഥകളായിരിക്കാം, ഒരു പക്ഷേ സിംഹക്കുഴിയായിരിക്കാം. എന്തെല്ലാം പ്രതികൂലമായാലും എന്തെല്ലാം പ്രശ്നങ്ങളായാലും നിന്നെ വിടുവിപ്പാൻ കഴിവുള്ളവനായ ഒരു ദൈവമുണ്ട്. അവൻ തന്റെ ദൂതനെ നിനക്ക് വേണ്ടി അയക്കുക തന്നെ ചെയ്യും. വായിച്ചാട്ട് വരാം. യഹോവ ഒരു ദൂതനെ അയച്ചു. അവൻ അശ്ശൂർ രാജാവിന്റെ പാളയത്തിലെ സകല പരാക്രമശാലികളെയും പ്രഭുക്കന്മാരെയും സേനാപതികളെയും സ്തോത്രം. നിനക്കെതിരെ കടന്നു വരുന്നവൻ എത്ര പ്രബലനായാലും സ്തോത്രം, എത്ര ഉന്നതനായാലും ഞാനും നീയും വിളിച്ചപേക്ഷിക്കുന്ന ദൈവത്തിന്റെ ഒരു ദൂതൻ മതി. സ്തോത്രം. അതിനെയെല്ലാം തകർത്ത് കളയുവാൻ. 68-ാം സങ്കീർത്തനം ഒന്ന് വായിച്ചാട്ട്, അതിന് 1-2 വാക്യങ്ങളൊന്ന് വായിച്ചാട്ട്. ദൈവം എഴുന്നേൽക്കുന്നു, തൻ്റെ ജനത്തിൻ്റെ സ്തുതികളിന്മേൽ അധിവസിക്കുന്നവനായ ദൈവം എഴുന്നേൽക്കണമെങ്കിൽ നീ എന്തോ ചെയ്യണം? സ്തുതിക്കണം. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഇന്ന് രാത്രികാലം നീ രോഗത്തിൻ്റെ അവസ്ഥയിലാണോ? സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ കടന്നു വന്നിരിക്കുന്നത് സ്തോത്രം. നീ ഭാരപ്പെടേണ്ട. ഒരുപക്ഷെ നീ ഹൃദ്രോഗിയായിരിക്കാം. ഹല്ലേലൂയ. ഒരുപക്ഷെ നിന്റെ ലങ്സിന് പ്രശ്നമായിരിക്കാം, ഒരുപക്ഷെ നിനക്ക് ലിവർ സിറോസിസ് ആയിരിക്കാം. സ്തോത്രം. നിന്റെ വിഷയം എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ. ഒരുപക്ഷെ നിന്റെ വയറ്റിനകത്ത് മുഴകളുണ്ടായിരിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ഒരുപക്ഷെ നിനക്ക് ട്യൂമറായിരിക്കാം. എന്ത് തന്നെയായാലും ഇന്ന് രാത്രികാലം നീ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങിയാൽ, ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങിയാൽ, നിന്റെ പ്രശ്നങ്ങളല്ലതാക്കി തീർക്കുവാൻ കഴിവുള്ളവനായ ഒരു ദൈവത്തെയാണ് ഞാനും നീയും വിളിച്ചപേക്ഷിക്കുന്നത്. അത് നിന്റെ രോഗത്തെ മാറ്റി നിനക്ക് സൗഖ്യം തരുവാൻ കഴിവുള്ളവനായ ദൈവമാണ്. ആ കൽവറി കൊരമനച്ച് അവൻ നിനക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞത് നിന്റെ രോഗത്തെ സൗഖ്യമാക്കുവാനാണ്, നിന്റെ ഹൃദ്രോഗത്തെ മാറ്റുവാനാണ്. ഹല്ലേലൂയ. നിന്റെ ലിവറിന്റെ പ്രശ്നങ്ങൾ മാറ്റുവാനാണ്, നിന്റെ ശരീരത്തിലെ വൈകല്യങ്ങൾ ഒക്കെയും മാറ്റി നിനക്ക് സൗഖ്യം തരുവാനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണ്ണു മിഴിച്ച് നോക്കിയിരുന്നിട്ട് ഒരു കാര്യമല്ല. സ്തോത്രം. ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ വന്നു കഴിഞ്ഞാൽ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം, സ്തോത്രം, ദൈവത്തിന് കൊടുക്കേണ്ട സ്തുതി, ദൈവത്തിന് കൊടുക്കേണ്ട പ്രശംസ, ദൈവത്തിന് കൊടുക്കേണ്ട പുകഴ്ച, ശക്തിയോടെ, പൂർണ്ണ ശക്തിയോടെ നാവെടുത്ത് സ്തോത്രം. നിനക്ക് എത്ര സൗണ്ട് എടുക്കാൻ പറ്റുമോ അത്രയും സൗണ്ട് എടുത്ത് നീ ദൈവത്തെ സ്തുതിച്ച സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ലക്സിലൊക്കെ തിങ്ങിയിരിക്കുന്ന ഗ്യാസ്
ആയുസിന്റെ അവസ്ഥകളെല്ലാം ഇപ്പോൾ തന്നെ സ്വർഗത്തിന് ഭൂമിക്ക് അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകുവാൻ ഇടയാകും. നീ പൂർണ്ണ സൗഖ്യമുള്ളവനായി തീരും. അനേക സ്തോത്രം. രക്തക്കുഴലുകളുടെ ഒരു സംഗമസ്ഥാനമാണ് നമ്മുടെ ഈ കൈയുടെ വെള്ള സ്തോത്രം. പ്രൈസിലോട് ഈ കൈ ശക്തമായിട്ട് അടിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാമോ? സ്തോത്രം. ആമെ ക്ലോട്ടായിരിക്കുന്ന ബ്ലഡിലെ കുഴലുകളുടെ സ്തോത്രം. ഹല്ലേലൂയ. ആമെ പ്രവർത്തനങ്ങളൊക്കെ നോർമലായി തീരും. സ്തോത്രം. ആമേൻ. സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ നീ കാല് വെച്ച് സ്തോത്രം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദുഷ്ടനെ കാൽ കീഴെ ചവിട്ടുവാൻ തുടങ്ങിയ നിന്റെ ഈ കാലിൻ്റെ ആമേ കുഴിയുടെ ഭാഗമുണ്ടല്ലോ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അനേകം നാഡീഞരമ്പുകളുടെ സംഗമസ്ഥാനമാണ്. അവിടെ ബ്ലോക്കായിരിക്കുന്ന ആമേൻ രക്തധമനികളുടെ ബ്ലോക്കെല്ലാം മാറി നിന്റെ ശരീരത്തിൽ കൂടെ രക്തം ബഹിർഗമിക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. നിന്റെ രക്തയോട്ടമൊക്കെ നോർമലായി തീരും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ ബ്ലോക്കുകളും യേശുവിൻ്റെ നാമത്തിൽ ഈ രാത്രികാലം അഴിഞ്ഞു മാറുവാൻ കൽപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശരീരമണ്ഡലത്തിൽ വിടുതൽ വേണം. ദൈവമക്കളെ സ്തോത്ര. ആരോഗ്യമുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുകയുള്ളൂ. ആമേൻ. ആരോഗ്യം വേണമെങ്കിൽ ദൈവത്തെ സ്തുതിച്ചോണം. സ്തോത്ര. പ്രതിബന്ധങ്ങൾ മാറണമെങ്കിൽ ദൈവസന്നിധിയിൽ നാം ആർപ്പിടണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുരോഹിതന്മാർ ആമേൻ കാഹളമൂതിയപ്പോൾ ജനം ഒരുമിച്ച് ആർപ്പിട്ടു. സ്തോത്ര. ഒരുമിച്ച് ആർപ്പിട്ടപ്പോൾ ഹല്ലേലൂയ യെരിഹോ മതില് താണുപോയി. സ്തോത്രം. ഇന്ന് രാത്രികാലം നിനക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം നിനക്കെതിരായി ഉയർത്തിരിക്കുന്ന നിനക്കെതിരെ നിൽക്കുന്ന നിന്റെ ഗമനത്തെ തടയുന്ന തടസ്സങ്ങളിടുന്ന ആ പൈശാചിക പോരുകൾ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രികാലം നീങ്ങിപ്പോവുകയാണ്. നിന്റെ ജോലിസ്ഥാനത്തെ പ്രതിബന്ധങ്ങള് പ്രൈസലോട് നിനക്ക് ഒട്ടും മുന്നോട്ട് പോകുവാൻ കഴിയാതെ നിന്നെ ജരിക്കുന്ന സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ ഒതുക്കുന്ന ഹല്ലേലൂയ. നിനക്ക് സംസാരിക്കുവാൻ പോലും കഴിവില്ലാതാക്കി തീർക്കുന്ന ആ പൈശാചിക പോരുകള് യേശുവിന്റെ നാമത്തിൽ ഈ രാത്രികാലം തകർന്നു മാറുകയാണ്. പ്രൈസ് ലോർഡ്. സങ്കീർത്തനക്കാരൻ ഇവിടെ സ്തോത്രം. സങ്കീർത്തനത്തിൽ ആമേൻ. ദൈവമേ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. വേറൊന്നും ചെയ്യണ്ട. ദൈവത്തിൻ്റെ മക്കളെ ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ തയ്യാറായ മതി. നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും വിടുതല. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ നാമം അടുത്തിരിക്കുന്നു. ഞങ്ങൾ നിന്റെ അതിശയ പ്രവൃത്തികളെ ഘോഷിക്കുന്നു. സ്തോത്രം. സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും. ഭൂമിയും അതിലെ സകല നിവാസികളും ഉരുകിപ്പോകുമ്പോൾ ഞാൻ അതിൻ്റെ തൂണുകളെ ഉറപ്പിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. യഹോവ നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ ഒക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠജാതി ഏതുള്ളൂ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ആരൊക്കെ വിളിച്ചാലോ ആരൊക്കെ കരഞ്ഞാലും സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട തന്റെ ജനം നിലവിളിക്കുമ്പോൾ ദൈവത്തിന് അടങ്ങിയിരിക്കാൻ കഴിയില്ല. അവൻ നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി ഇറങ്ങി വരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവന്റെ നാമം ഏറ്റവും അടുത്തിരിക്കുകയാണ്. സ്തോത്രം. യേശുവിന്റെ നാമത്തിന് മുമ്പിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെ മടങ്ങുമാറാക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 34-ാം സങ്കീർത്തനം 17-ഉം 18-ഉം വാക്യങ്ങളുടെ ഇവിടെ വായിച്ചാട്ട്. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു,
സകല കഷ്ടങ്ങളിൽ നിന്നും സ്തോത്രം. ശകലം കഷ്ടങ്ങളിൽ നിന്നല്ല, സകല കഷ്ടങ്ങളിൽ നിന്നും സ്തോത്രം. ആമേൻ. ദൈവത്തിൻ്റെ മക്കളെ, നാം കഷ്ടം അനുഭവിച്ചുകൊണ്ടിരിക്കാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആമേൻ. കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ നാം ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം അനുഭവിക്കണം. സ്തോത്രം. അല്ലാത്ത കഷ്ടങ്ങളിലൊന്നും ദൈവം പ്രസാദിക്കുന്നില്ല. സ്തോത്രം. ആമേൻ. ദാരിദ്ര്യം അനുഭവിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. കാരണം ദരിദ്രരായ നമ്മെ ഓരോരുത്തരെയും സമ്പന്നനാക്കി തീർക്കാനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ ദരിദ്രനായി തീർന്നത്. ആമേൻ. സ്തോത്രം. സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് താണൽ ലോകത്തേക്ക് ഇറങ്ങി വന്ന സ്വർഗത്തിലെ ഓമനകുമാരന് പിറന്നു വീഴുവാൻ ഒരിടമില്ലാതിരുന്നതുകൊണ്ട് എവിടെയോ മറിയം തന്നെ പ്രസവിച്ച് ആമേൻ. സ്തോത്രം. ശീലകൾ പൊതിഞ്ഞ് പശുത്തൊട്ടി കൊണ്ട് കിടത്തി. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഓ സ്തോത്രം. അഖിലാണ്ട കടാഹങ്ങളെ പടച്ചുണ്ടാക്കിയ യേശു തമ്പുരാന് പിറന്നു വീഴുവാൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. 6 അടി മണ്ണ് പോലും ആമേൻ ലഭിക്കാത്തൊരവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കിയ. സ്തോത്രം. പ്രൈസിനോട് എന്തിനാണ് കർത്താവ് ഈ കഷ്ടത അനുഭവിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തത്? ദരിദ്രരായിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും സമ്പന്നരാക്കി തീർക്കുവാൻ. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. നമുക്ക് ആവശ്യമായതൊക്കെയും നൽകി തരുവാൻ. സ്തോത്രം. നമ്മുടെ കർത്താവിനറിയാം നമുക്ക് എന്തൊക്കെ വേണമെന്ന്. നമുക്ക് ഉടുപ്പ് വേണമെന്ന്, നമുക്ക് ആഹാരം വേണമെന്ന്. ആമേൻ. സ്തോത്രം. നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ടെന്ന്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബുക്കുകളും പുസ്തകങ്ങളും വേണമെന്ന്, പേന വേണമെന്ന്. സ്തോത്രം. നമുക്ക് സഞ്ചരിക്കാൻ വാഹനം വേണമെന്ന് നമ്മുടെ കർത്താവിന് സകലവും അറിയാം. ആമേൻ. ഹല്ലേലൂയ. അതെല്ലാം കർത്താവ് തരും. സ്തോത്രം. പ്രൈസ് ലോർഡ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ആത്മീയ വിഷയമായിട്ട് സമ്പന്നനായി തീരണം. സ്തോത്രം. ആത്മീയ വിഷയമായി സമ്പന്നനായി തീർന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ ആ ഭൗതിക വിഷയങ്ങളിൽ കർത്താവ് നമ്മെ സമ്പന്നരാക്കി തീർക്കും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് സ്തോത്രം. ഹല്ലേലൂയ. ഓ സ്തോത്രം. സ്വർഗത്തിന് ദൈവം നമുക്ക് വേണ്ടി ആമേൻ ദരിദ്രനായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഓ സ്വർഗീയ മഹിമകളെല്ലാം മേടിച്ചു. സ്വർഗത്തിലെ ഓമന കുമാരൻ. ഹല്ലേലൂയ. ആമേൻ. അഗ്നിജാലയ്ക്കൊത്ത കണ്ണോടുകൂടിയവനാണ്, മാറത്ത് പൊൻകച്ച കെട്ടിയവനാണ്, തീയിൽ ഊതിക്കഴിച്ച വെള്ളോട്ടിന് സദൃശമായ കാലുകളുള്ളവൻ, ഹിമത്തേക്കാൾ വെണ്മയേറിയ മുടിയുള്ളവൻ, 10,000ങ്ങളിൽ അതിസുന്ദരനായവൻ, ഈ താണൽ ലോകത്തേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി വിരൂപനായി തീർന്നത്, വിരൂപരായിരിക്കുന്ന, സൗന്ദര്യമില്ലാതിരിക്കുന്ന, ആമേ തേജസ് നഷ്ടപ്പെട്ടിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും തേജസ്സുള്ളവരാക്കി തീർക്കാനാ. സ്തോത്രം. നമ്മെ കാണുന്നവർ ക്രിസ്തുവിനെ നമ്മിൽ കൂടെ കാണുവാൻ ഇടയാകണം. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം നുറുകിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കും. ഇന്ന് രാത്രികാലം നീ ഹൃദയ നുറുക്കത്തോടാണോ ദൈവത്തിൻ്റെ പൈതലേ നീ ആയിരിക്കുന്നത്? തകർന്ന മനസ്സോടുകൂടിയാണോ ഇന്ന് രാത്രികാലം ദൈവസന്നിധാനത്തിലേക്ക് കടിച്ചു വന്നിരിക്കുന്നത്? തിരിച്ചു പോകുന്നത് നുറുകിക്കൊണ്ടല്ല, കരഞ്ഞുകൊണ്ടല്ല. സ്തോത്രം. ആമേൻ. സന്തോഷത്തോടെ, ഉല്ലാസത്തോടെ, ജയത്തോടെ ഇവിടുന്ന് മടങ്ങി പോകുവാൻ കർത്താവ് നിനക്കിടയാക്കൂ. നീ രോഗിയായിട്ടാണോ ഇന്ന് രാത്രികാലം ഇവിടെ കടന്നു വന്നത്? നീ രോഗിയായിട്ടല്ല തിരികെ പോകുന്നത്. നീ സൗഖ്യമുള്ളവനായി ഇവിടുന്ന് മടങ്ങി പോകും. ഹല്ലേലൂയ. 145 സങ്കീർത്തനം 18 വാക്യം വായിക്കുമ്പോൾ യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായിട്ട് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥന. സ്തോത്രം. പ്രൈസ് ലോർഡ്. ദൂരസ്ഥനായ ഒരു ദൈവത്തെ അല്ല നാം വിളിച്ചപേക്ഷിക്കുന്നത്. സമീപസ്ഥനായ ദൈവം ഏത് സമയത്തും വിളിച്ചപേക്ഷിക്കുമ്പോൾ അടുത്ത് വന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്ന, നമ്മുടെ കണ്ണിലെ കണ്ണുനീരുകളൊക്കെയോ തുടയ്ക്കുന്ന, നമ്മുടെ വേദനകളെയൊക്കെയോ മാറ്റുന്ന നമ്മുടെ കർത്താവ് ഇന്ന് രാത്രികാലം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. സ്തോത്രം. സങ്കീർത്തനക്കാരൻ 9-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാം വാക്യത്തിൽ
പറയുന്നു, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും, നിന്റെ അത്ഭുതങ്ങളെയൊക്കെയോ ഞാൻ വർണ്ണിക്കും. നാം വിടുതൽ പ്രാപിച്ചെങ്കിൽ അത് മറ്റുള്ളവരോട് പറയണം. നാം സൗഖ്യം പ്രാപിച്ചെങ്കിൽ നാം മറ്റുള്ളവരോട് പറയണം. നാം അനുഭവിച്ച സ്വർഗീയ സന്തോഷം എന്താണെന്നുള്ളത് സ്തോത്രം, ഹല്ലേലൂയ, മറ്റുള്ളവരോട് നാം വിളിച്ചു പറയണം. എങ്കിലേ അവർ കൂടി ഇത് അറിയത്തുള്ളൂ, അവർ കൂടി നാം വിളിച്ചപേക്ഷിക്കുന്ന ദൈവമാരാണെന്ന് മനസ്സിലാക്കത്തുള്ളൂ. ഇന്നലെ രാത്രികാലം, ബുധനാഴ്ച രാത്രികാലം കേട്ടല്ലോ, നന്മ സുവിശേഷിക്കുന്നവരുടെ കാല് പർവ്വതത്തിന് മുകളിൽ. എത്ര മനോഹരമാണ് സ്തോത്ര. നമ്മുടെ കാലുകൾ നാം നോക്കിയാൽ അവിടെയൊക്കെ വെറിക്കോസ് വെയിൻ കാണും. വിരൂപമായിരിക്കുന്ന കാലുകളായിരിക്കും. രക്തധമനികളുടെ ഒക്കെ പ്രവർത്തനം നഷ്ടപ്പെട്ട് കരുനീലിച്ചിരിക്കുന്ന അവസ്ഥയായിരിക്കും നമ്മുടെ കാലുകൾക്ക്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സുവിശേഷം പറയുന്നവൻ്റെ, നന്മ സുവിശേഷിക്കുന്നവൻ്റെ കാലുകൾ നോക്കുമ്പോൾ അത് മനോഹരമായിട്ടാണ് അവിടെ കാണുന്നത്. നമ്മുടെ ദൃഷ്ടി കൊണ്ടല്ല പരിശുദ്ധാത്മാവ് നമ്മെ നോക്കി കാണുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ദൃഷ്ടി കൊണ്ട് നമ്മെ നോക്കുമ്പോൾ അത് മനോഹരമായി കാണുവാൻ തക്കവണ്ണം ഇടയാകണം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓ സ്തോത്രം. എൻ്റെ വായി ഇടപെടാതെ നിന്റെ നീതിയെയും രക്ഷയെയും വർണ്ണിക്കും. അവയുടെ സംഖ്യ എനിക്ക് അറിഞ്ഞുകൂടാ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആർക്കെങ്കിലും പറ്റുന്ന കാര്യമാണോ? സ്തോത്രം. എണ്ണിക്കൂടാതെ വേണോ സ്തുതി സ്തോത്രയാഗങ്ങളെ അർപ്പിക്കുവാൻ. രാവിലെ ജോലിക്ക് പോകുവാൻ എഴുന്നേൽക്കുമ്പോൾ മുതൽ സ്തോത്രം, ഹല്ലേലൂയ. ബാത്റൂമിൽ കയറി കുളിക്കുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ. പോകാൻ വണ്ടിയെ കയറുമ്പോൾ, ഓഫീസിൽ ചെല്ലുമ്പോൾ, ഓഫീസിലേക്ക് കാലുകളെ വെക്കുമ്പോൾ യേശുവിനെ സ്തുതിക്കുവാൻ എനിക്ക് നിനക്ക് കഴിയണം. ദൈവത്തിൻ്റെ മക്കളെ, കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ സ്തോത്രം, വെജിറ്റബിൾ എടുത്ത് അരിക്കുമ്പോൾ, ഹല്ലേലൂയ, അരിക്ക് വെള്ളം അടുപ്പേൽ വെക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുവാൻ എനിക്ക് നിനക്ക് കഴിയണം. സ്തോത്രം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, എൻ്റെ ആ വായി ഇടവിടാതെ നിൻ്റെ സ്തുതിയെയും രക്ഷയും വർണ്ണിക്കും. ഹല്ലേലൂയ. ഈ സങ്കീർത്തനക്കാരൻ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അത്രത്തോളം നന്മകൾ നാം അനുഭവിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ശൈശവപ്രായം മുതൽ ഇന്നേ വരെയും നമ്മെ കൊണ്ടുവന്നവനായ കർത്താവ് നമ്മുടെ യാത്രവേളയിൽ എത്രയെത്ര അപകടങ്ങൾ, സ്തോത്രം, ഹല്ലേലൂയ, നമുക്ക് നേരെ വരാമായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അതിലൊന്നും പെട്ടുപോകാതെ ജീവനോടെ നമ്മെ സ്തോത്രം കാത്തുകൊണ്ടുന്ന ദൈവം എത്ര വലിയവനാണ്. സ്തോത്രം. നമ്മുടെ ശരീരഭാഗങ്ങളെ കൊന്ന് ഒരു ചലനശേഷിയും നഷ്ടപ്പെടാതെ വണ്ണം പൂർണ്ണ ആരോഗ്യം തന്ന് സ്തോത്രം നമ്മെ നടത്തുന്ന ദൈവം എത്ര വലിയവനാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഉരുണ്ട് വീണിട്ട് അവർക്ക് ആപത്ത് ഭവിക്കാതെ വണ്ണം തന്നെ ഉള്ളം കയ്യിൽ വായിച്ച നമ്മുടെ കർത്താവിനെ എങ്ങനെ നമുക്ക് സ്തുതിക്കാതിരിക്കാൻ കഴിയും? സ്തോത്രം. ഇടപെടാതെ എണ്ണിക്കൂടാതെ വണ്ണം സ്തുതി സ്തോത്രയാഗങ്ങളെ അർപ്പിക്കുവാൻ, അവൻ്റെ രക്ഷയെക്കുറിച്ചും നീതിയെക്കുറിച്ചും വർണ്ണിക്കുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. സ്തോത്രം. സമയം വരുമ്പോൾ അവൻ നേരോടെ വിധിക്കും. സ്തോത്രം, ഹല്ലേലൂയ. 96-ാം സങ്കീർത്തനം 13-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്ന, യഹോവയുടെ സന്നിധിയിൽ തന്നെ അവൻ വരുന്നുവല്ലോ, അവൻ ഭൂമിയെ വിധിക്കുവാൻ വരുന്നു, അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു, അവൻ ഭൂലോകത്തെ നീതിയോടും ജാതികളെ വിശ്വസ്തയോടും കൂടെ വിധിക്കും. സ്തോത്രം, ഹല്ലേലൂയ. ലോകത്തിലെ നിയമജന്മാര്, ഈ ലോകത്തിലെ ജഡ്ജിമാര് സ്തോത്രമൊക്കെയും കൈക്കൂലി വാങ്ങിച്ചിട്ട് ന്യായം ലഭിക്കേണ്ടവന് ന്യായത്തെ മറിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പൈതലേ സ്തോത്രം, നീതിയും ന്യായവും നടത്തുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. അവൻ വരാൻ സമയമായിരിക്കുകയാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നീതിയോടും ന്യായത്തോടും കൂടെ വിധിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. സ്തോത്രം. ആമോസിന്റെ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം ഒന്ന് വായിച്ചാണ്. അതിനു മുമ്പ് ഒരാൾ
ആമോസിന്റെ ലേഖനം 9-ാം അധ്യായം 8-ാം വാക്യം ഒന്ന് വായിച്ചോട്ടെ. യഹോവയായ കർത്താവിന്റെ ദൃഷ്ടി പാപമുള്ള രാജ്യത്തിന്മേലിരിക്കുന്നു, ഞാനതിനെ ഭൂതലത്തിൽ നിന്ന് നശിപ്പിക്കും, എങ്കിലും ഞാൻ യാക്കോബ് ഗ്രഹത്തെ മുഴുവനും നശിപ്പിക്കുകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. അരിപ്പ കൊണ്ടരിക്കുന്നത് പോലെ ഞാൻ ഇസ്രായേൽ ഗ്രഹത്തെ സകല ജാതികളുടെയും ഇടയിൽ അരിപ്പാൻ കൽപ്പിക്കും. ഈ ദിവസങ്ങളിൽ അരിപ്പ കൊണ്ട് കർത്താവ് അരിച്ചെടുത്തുകൊണ്ടിരിക്കുക. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മക്കളെ, കോടാനുകോടി പെന്തക്കോസുകാര് ലോകത്തിനുണ്ട് എങ്കിലും സ്തോത്രം, ഹല്ലേലൂയ, ഒരു ശേഷിപ്പ് മാത്രമേ ഇവിടുന്ന് എടുക്കപ്പെടുകയുള്ളൂ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചിട്ട് സ്തോത്രം, ആമേൻ. ആദിമ ഭക്തന്മാർ കഷ്ടതയുടെ നടുവിൽ അവർക്ക് ലഭിച്ച ദർശനങ്ങൾ വെളിപ്പെട്ടിട്ടും അതനുസരിച്ച് നടക്കാൻ മനസ്സിലാകാതെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ഉപദേശത്തിന് തിരിഞ്ഞിരിക്കുന്ന ഒരൊറ്റ കുഞ്ഞു പോലും എടുക്കപ്പെടത്തില്ല. സ്തോത്രം, പ്രൈസ് ലോർഡ്. നോഹയുടെ കാലം പോലെ കർത്താവിൻ്റെ വരവാകും. നോഹയുടെ കാലത്ത് കുറഞ്ഞതൊരു 2 കോടി ജനങ്ങളും ഉണ്ടായിരിക്കാം. ആ കൂട്ടത്തിൽ ആമേൻ ധർമ്മങ്ങൾ ചെയ്യുന്ന അനേകർ കാണാം. സ്തോത്ര, സാധുക്കളെ സഹായിക്കുന്ന അനേകർ ആമേൻ ഉണ്ടായിരുന്നിരിക്കാം. സ്തോത്രം, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അനാഥാലയങ്ങൾ നടത്തുന്നവർ കണ്ടേക്കാം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. സ്വഭാവം കൊണ്ട് ദൈവത്തെ, ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന് ബഹുമാനം കൊടുക്കുന്നവർ അനേകരുണ്ടായിരിക്കാം. എന്നാൽ ഒരെണ്ണം, സ്തോത്രം, ഹല്ലേലൂയ, രക്ഷപ്പെടുവാൻ ദൈവം അനുവദിച്ചില്ല. കാരണം തമ്പുരാൻ ഒരു പ്രമാണം തന്നാൽ ആ പ്രമാണം അനുഭവിപ്പാൻ ചെറിയവനല്ല, വലിയവനല്ല, ആമേൻ, ആരായാലും സ്തോത്രം, ദൈവത്തിന് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കണം. സ്തോത്രം, ആമേൻ. ദൈവത്തിൻ്റെ സ്വരൂപത്താൽ സൃഷ്ടിക്കപ്പെട്ട ആദാമിനും ഹവ്വയെയും ദൈവം വെറുതെ വിട്ടിട്ടില്ല എങ്കിൽ ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൻ്റെ കൽപ്പനയെ മനസ്സിലാക്കിയിട്ടും ന്യായപ്രമാണം ലഭിച്ചിട്ടും കൽപ്പന ലംഘിനികളായി സ്വന്തം ഇഷ്ടപ്രകാരം തിരിഞ്ഞിരിക്കുന്ന, സ്തോത്രം, പെന്തക്കോസ്ത് സമൂഹങ്ങളിൽ ഒന്നുപോലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. നിങ്ങൾ അവരുടെ വഴി പഠിക്കരുത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളവരെ മനഃപൂർവ്വം അങ്ങ് വിട്ടൊഴിഞ്ഞേക്കണം. സ്തോത്രം, അവരുടെ ഉപദേശം കേൾക്കാൻ പോലും നിൽക്കരുത്. പല ന്യായങ്ങളും അവർക്ക് പറയുവാൻ കാണും. എന്നാൽ സ്തോത്രം, ആ ന്യായമൊന്നും കേൾക്കുവാൻ ഞാനും നീയും ചെവി കൊടുക്കരുത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരു ഭാഗം ഒന്ന് വായിച്ചാട്ട്. സ്തോത്രം, യോഹന്നാൻ്റെ 2-ാം ലേഖനം അതിൻ്റെ 8-9 വാക്യങ്ങളത് വായിച്ചാട്ട്. 2 യോഹന്നാൻ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിൽ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ക്രിസ്തുവിൻ്റെ ഉപദേശം, സ്തോത്രം, വളരെ വ്യക്തമാണ് അവിടെ. യേശു നമുക്ക് ഉപദേശം തന്നിട്ടുണ്ട്. നാം എങ്ങനെ നടക്കണം, നാം എങ്ങനെ ചിന്തിക്കണം, നാം എങ്ങനെ സംസാരിക്കണം, ആമേൻ, നമ്മെ കാണുന്നവർ ആരെ പോലെ നമ്മെ കാണണം എന്നെല്ലാം വളരെ വ്യക്തമായിട്ട് തമ്പുരാൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. യേശുവും അപ്പോസ്തലന്മാരും നമ്മെ പഠിപ്പിച്ച ദൈവിക സത്യങ്ങളെ, ആമേൻ, സ്തോത്രം, അനുസരിക്കാതെ വണ്ണം, ആമേൻ, ലോകത്തിൽ എത്ര വലിയ അത്ഭുതങ്ങൾ ചെയ്താലും അടയാളങ്ങൾ ചെയ്താലും അവരൊന്നും സ്വർഗത്തിൽ പോകത്തില്ല. ഈ ലോകത്തിൽ മാന്യന്മാരായി അവർക്കൊക്കെ കാണപ്പെടുവാൻ കഴിയും. വലിയ ഫ്ലക്സും ബോർഡും ഒക്കെ വെച്ച് അവർ ഈ ലോകത്തിൽ ഉയർത്തപ്പെടും. എന്നാൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആമേൻ, കർത്താവേ കർത്താവേ എന്ന് പറയുവാനേ കഴിയത്തുള്ളൂ. വായിച്ചാണ്ട് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം. എന്നെ കർത്താവേ കർത്താവേ എന്ന്, കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ നിന്റെ നാമത്തിൽ ഞങ്ങൾ വളരെ വീരപ്രവൃത്തികളും ചെയ്തില്ലയോ എന്ന് ഞാൻ പലരും ആ നാൾ എന്നോട് പറയും.
അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ. ഈശ്വരനോട് എത്ര കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കണം. ആമേൻ, സ്തോത്രം. ഗ്രാമം തോറും പട്ടണം തോറും സഞ്ചരിച്ച് സ്തോത്രം അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും ചെയ്ത സ്തോത്രം ചിലര് അന്നാളിൽ യേശുവിന്റെ അടുക്ക ചെല്ലുമ്പോൾ അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവീ എന്ന് കർത്താവ് തീർത്തു പറയും. സ്തോത്രം. പ്രൈസ് ലോർഡ്. അപ്പോഴൊരു ദൈവത്തിൻ്റെ പൈതൽ എന്ത് ചെയ്യണം? ഉപദേശപ്രകാരം ജീവിക്കണം. കർത്താവ് നൽകി തന്ന കൽപ്പനകൾ പൂർണ്ണമായി അനുസരിക്കണം. സ്തോത്രം. നോഹയുടെ കാലത്ത് കോടാനുകോടി ജനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും കൽപ്പന അനുസരിച്ച നോഹയ്ക്ക് മാത്രമേ ആമീൻ സ്തോത്രം പെട്ടകത്തിൽ കയറി രക്ഷപ്പെടുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. സ്തോത്രം. ബാക്കി ഒന്നിനെയും ദൈവം കണക്കാക്കുന്നില്ല. അനുസരണം കെട്ട് നടക്കുന്നവനെ ഒന്നിനെയും കർത്താവിന് വേണ്ട. സ്തോത്രം. അനുസരിക്കുന്നവരെ മാത്രം തമ്പുരാന് മതി. അതുകൊണ്ട് ദൈവമക്കളെ സ്തോത്രം. ഹാലിയ സങ്കീർത്തനത്തിൻ്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ആമേൻ ദുഷ്ടന്മാർക്കുള്ള മുന്നറിയിപ്പാ. ഇന്ന് രാത്രികാലം അതൊന്നും വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഒരു വാക്യം മാത്രം വായിക്കാം. മലാഖി പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ട്. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിക്കാതെ അവരെ ദഹിപ്പിച്ച് കളയും. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ചുള പോലെ കത്തുന്ന ദിവസത്തിൽ ദുഷ്ടന്മാരും അഹങ്കാരികളും അനുസരണം കെട്ടവരും ഭീരുക്കളുമൊക്കെ ഹല്ലേലൂയ വിഗ്രഹാരാധികളുമൊക്കെ താളടിയായി പോകുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ കർത്താവിനോട് കൂടെ സ്തോത്രം. ഹല്ലേലൂയ. ആ സ്വർഗീയ ഭവനത്തിൽ നിന്ന് സന്തോഷിക്കുന്നവരായി തീരുവാനൊക്കെ നമ്മെ തന്നെ ഏതെല്ലാം കാര്യങ്ങളിൽ ക്രമീകരിച്ച് കർത്താവിനോട് അടുത്ത് ചെല്ലണമോ ആ കാര്യങ്ങളെല്ലാം കർത്താവിൻ്റെ സന്നിധി ക്രമീകരിച്ച് കർത്താവിനോട് ഒന്നുകൂടെ അടുത്ത് ചെല്ലുവാൻ. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കുമാറാകട്ടെ. വിശുദ്ധനിനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ. അവൻ അങ്ങനെ നടന്നോട്ട് അവനെ രക്ഷരെ കൊണ്ടുവരുവാൻ ആർക്കും കഴിയില്ല. എന്നാൽ ഞാൻ നീയോ നമ്മെ തന്നെ ഒന്നുകൂടെ വിശുദ്ധീകരിക്കണം. ഓരോ ദിവസവും ശുദ്ധീകരണം പ്രാപിക്കണം. ശുദ്ധീകരണം പ്രാപിക്കാതെ ആരും കർത്താവിനെ കാണുകയില്ല. യാഗം കഴിച്ച് നിയമം ചെയ്ത വിശുദ്ധന്മാരെ ചേർക്കുക. നമ്മുടെ കർത്താവ് മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടുവാനല്ല സമയമായി. ഒരുങ്ങാം പ്രിയരെ. നമ്മെ തന്നെ സമർപ്പിക്കാം, ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങൾ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. Praise the Lord. Be kind to one another, tender-hearted, forgive one another as God in Christ forgave you. Ephesus 4:32. Please pray for me and my friends. Praise the Lord. Yes, Lord. Thank you, Lord, for a full day. Thank you, Lord, for helping me. I wait for the Lord, my soul wait, and in His word I do hope. Praise the Lord. Psalms 130 verse 5. Please pray for me and my prayers. Praise Lord. Praise Lord. So do not fear, for I am with you. Do not be dismayed, for I am your Lord. I will strengthen you and I'll help you. I will uphold you with my righteous right hand. Amen. Praise the Lord. I thank you for giving me an opportunity to tell this memory verse. Matthew 28 verse 18 and 19. And Jesus came and spoke unto them, saying, all power is given unto me in heaven and earth. Go therefore and teach all the nations, baptizing them in the name of Father, the Son, and the Holy Spirit. Amen. Praise the Lord. Jeremiah 29 verse 11. For I know the thoughts that I think towards you, says the Lord, thoughts of peace and not disaster, to give you a future and a hope. Amen. Praise the Lord. For God so loved the world and that He gave His begotten Son, that whoever believes in Him shall not perish but have eternal life. John 3 verse 6. Amen. And as Moses lifted up the serpent
in the wilderness, even so must the Son of God be lifted up, that whoever believes in him should not perish but have eternal life. Please pray for me and my family. Amen. Luke forward stole. And Jesus answered him and said, You shall not put the Lord your God to the test. സ്തോത്രം. Lord, I am a shepherd. Praise the Lord. God is my shepherd, I shall not want. Psalms 23 verse 1. Please pray for me and my family. Praise the Lord. I am the Lord, and besides me, there is not Savior. Amen. Praise the Lord. God is my refuge and my strength, a very pleasant help in travel. Psalms 46 verses 1. Please pray for me. Praise the Lord. Praise the Lord. Praise the Lord. The Lord is God is our refuge and strength, a very present help in trouble. Psalms 46 verse 1. Praise the Lord. The Lord is my light and my salvation. Whom shall I fear? Please pray for me and my family. Matthew 7 verse 7. Ask and it will be given to you. Seek and you will be found. Knock and it will be opened to you. Please pray for me and my family. Praise the Lord. The judgment of the Lord is true and righteousness and altogether. Please pray for me and my parents. Praise the Lord. Praise Lord. Psalms 92 verses 12. The righteous shall flourish like a palm tree. He shall grow like a cedar in Lebanon. Exams are going on. Please pray for me. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. പരീക്ഷകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നല്ലോ. ദൂരത്തും ചാരത്തുമാരെയും കുഞ്ഞുങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി സ്വർഗീയ ജ്ഞാനവും ബുദ്ധിയും ഓർമ്മശക്തിയൊക്കെയും കർത്താവ് കൊടുക്കേണ്ടതിനായി ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളായി അഭിഷക്തരായി ഈ ദുഷ്ടതലമുറയിൽ ആമേൻ നിഷ്കളങ്ക മക്കളായി വളർന്നു വരുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരെയും കർത്താവ് ശക്തീകരിക്കേണ്ടതിനായിട്ട് കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ ജീസസ്. എഴുന്നേറ്റ് നിന്ന് പാട്ടുപാടി സ്തോത്ര കാഴ്ചയിട്ടതിന് ശേഷം അല്പസമയം ബ്രദർ ക്രിസ്റ്റോസ് തന്റെ സാക്ഷ്യത്തെ പ്രസ്താവിക്കുന്നതായിരിക്കും. Amen. Hallelujah. പാരിൽ പാർക്കുമൽ പായുസിൽ ഭാരങ്ങളധികം വേണ്ടിനീ ആരീരും വാണിയേറ്റവൻ ഭാരങ്ങൾ വഹിച്ചിടും പാരിൽ പാർക്കുമൽ പായുസിൽ ഭാരങ്ങളധികം വേണ്ടിനീ കാരീരും വാണിയേറ്റവൻ ഭാരങ്ങൾ വഹിച്ചിടും ഞാനൻ പാദങ്ങൾ വച്ചിടും നീങ്ങിപ്പോകാത്ത പാറമേ എനിക്കായി പിളർന്ന പാറമേ എനിക്കായി പിളർന്ന പാറമേ വൻതീരകളലറുമ്പോൾ തീരം വിട്ടു ഞാൻ
പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ കർത്താവേ, നല്ല രാത്രികാലത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആരംഭ പ്രാർത്ഥന മുതൽ ഇത്രത്തോളം അവിടുത്തെ സാന്നിധ്യം കൃപയും കൂടെ ഇരുന്നല്ലോ. അനുഗ്രഹിക്കപ്പെട്ട സംഗീതം വായിച്ചു കേൾപ്പാൻ കർത്താവെ ഇടയാക്കിയല്ലോ. കർത്താവെ സ്തോത്രം. എക്സാമൊക്കെയും നടന്നുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ ജ്ഞാനവും ബുദ്ധിയും കുഞ്ഞുങ്ങൾക്കൊക്കെ ഇവിടുന്ന് കൊടുത്തിരിക്കാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട മാർക്ക് സ്കോർ ചെയ്യുവാൻ കുഞ്ഞുങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം. സാക്ഷിവാചകങ്ങൾ കൂടെ പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചുള്ള എല്ലാ വിഷയങ്ങളെയും സ്തോത്രത്തോടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയത്തിന്മേലും കർത്താവെ അവിടെ നടകൊണ്ടിരിക്കുക. സ്തോത്രം. പ്രത്യേക അന്വേഷണമായിട്ട് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ആയുസ്സിലൊരു വർഷം കൂടെ കർത്താവെ അവിടെ ദാനമായി കൊടുത്തല്ലോ. സ്തോത്രം. അഭിഷക്തനായി കർത്താവിന് വേണ്ടി അധികമായി ശോഭിക്കുവാൻ തക്കവണ്ണം ആമേൻ. എത്രമേക ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ സ്വർഗത്തിൽ ദൈവമേ പ്രിയപ്പെട്ടവനെ അവിടെ സഹായിക്കണം. അർപ്പിക്കപ്പെട്ട സ്തോത്ര കാഴ്ചയ്ക്കായി ദശാംശത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവെ, ആമനത്തെ കുലുക്കി വലിയൊരളവിൽ മടിയിൽ കൊടുത്ത് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. തുടർന്ന് കർത്താവെ അല്പസമയം ഞങ്ങളായിരിക്കുമ്പോൾ അവിടുത്തെ കൃപ കൂടെ ഇരിക്കണം. കർത്താവിൻ്റെ ദാസനെ ശക്തീകരിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ദേശത്താണിരിക്കാം. പ്രിയ ക്രിസ്ത്യസ് മുന്നോട്ട് വന്ന് നിന്റെ സാക്ഷ്യത്തെ പ്രസ്താവിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നമുക്കൊരു 4 വരി പാട്ട് പാടി ദൈവത്തിൻ്റെ ആ പാട്ട് പാടുമ്പോൾ എല്ലാവരും അർത്ഥത്തോടെ പാടണം. കണ്ണടച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം. അതൊക്കെ എൻ്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, നീരെല്ലാം തുടച്ചിടുമേ, എൻ്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ഞങ്ങളാദ്യമായി സ്നേഹിത സ്വർഗീയ പിതാവേ, ഇന്ന് ഈ രാത്രികാലം കർത്താവ് ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് കർത്താവെ നിൻ്റെ ഭവനത്തിലേക്ക് വന്ന് നല്ലൊരു ആരാധനയും സ്തോത്രവും സ്തുതിയും പ്രഭയും പുകഴ്ചയും കർത്താവെ ഞങ്ങൾ തന്നുവല്ലോ നിനക്ക്. കർത്താവെ ഈ അവസരത്തിനായി കർത്താവെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ അടിയൻ്റെ സാക്ഷ്യവും കർത്താവെ ചെറിയൊരു ആത്മീയ വർധനയും കർത്താവെ നിനക്ക് ഈ സമയം കർത്താവെ ഈ ഇരിക്കുന്ന സഹോദര സഹോദരികൾക്കായി ഈ സമയം ഞാൻ പരിശുദ്ധാത്മാവിൽ ശരണം പ്രാപിക്കുന്നു. കർത്താവെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രസന്നതയുണ്ടായി കർത്താവെ ഞാൻ പറയുന്ന വചനങ്ങളും വാക്കുകളും എല്ലാം നമ്മളുടെ ഡെയിലി ലൈഫിൽ കർത്താവെ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എളിയൻ്റെ പ്രാർത്ഥന കൃപയോടെ കേൾക്കണമേ. ആമേൻ. എൻ്റെ പേര് ക്രിസ്റ്റോ ജോർജ് എന്നാണ്. ഞാൻ ആക്ച്വലി കേരളത്തിൽ കൊല്ലം കല്ലട എന്ന സ്ഥലത്താണ് ജനിച്ചത്. ഇതിൽ ഇന്ന് ഞാൻ നിങ്ങളടുത്ത് പറയാതിരിക്കുന്ന ഫിസിക്കൽ എൻ്റെ ലൈഫിലുണ്ടായ കാര്യങ്ങൾ, അതുപോലെ സ്പിരിച്വലായിട്ട് എൻ്റെ ലൈഫിലുണ്ടായ കാര്യങ്ങൾ, ഇവയെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളടുത്ത് സംസാരിക്കുവാൻ പോകുന്നത്. ആദ്യം എൻ്റെ ഫിസിക്കലി പോവുകയാണെങ്കിൽ, ഞാൻ എല്ലാവർക്കും അറിയാവുന്ന ഡിസംബർ 25-ാം തീയതി 1981 ഞാൻ ജനിച്ചത്. ഡിസംബർ 25-ാം തീയതി. പിന്നെ 82-ഓടനുബന്ധിച്ച് മേ ബി എൻ്റെ ജ്ഞാനസ്നാനം ചൈൽഡ് ബാപ്റ്റിസം കഴിഞ്ഞ് കാണും. അതിനുശേഷം
ഞാൻ ഒരു ഓർത്തഡോക്സ്, അത് വെളിപ്പെടുത്തുന്നതിന് കുഴപ്പമില്ല, എനിക്ക് ഒരു കോർപ്പറേറ്റ് ഓർഗനൈസേഷനായ ഓർത്തഡോക്സ് സഭയിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ആ ജനിച്ചു വളരുമ്പോൾ അതിൽ തന്നെ സൺഡേ സ്കൂൾ കാര്യങ്ങളും സഭാചരിത്രങ്ങളും അതുപോലെ അതിൻ്റേതായ ആചാരാനുഷ്ഠാനങ്ങളിലൂടെയാണ് കടന്നുപോയത്. അതിൽ തന്നെ ഞാൻ 10ാം ക്ലാസ്, +2 അല്ല 12ാം ക്ലാസ് എല്ലാം പാസ്സായി. അതുപോലെ മദ്ബഹയിലെ ശുശ്രൂഷക്കാരനായിരുന്നു. അതിനോടനുബന്ധിച്ചുള്ള സെക്രട്ടറി, ട്രസ്റ്റി, പിന്നെ അതുപോലുള്ള ഡയോസിസ് മെമ്പർ, അതുപോലുള്ള നിറയെ കാര്യങ്ങളിൽ വളരെ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ മസ്കറ്റിൽ ഒരു 6 മാസം കൂടും വരുമായിരുന്നു. അന്നേരം ലിജിനും ഫാമിലി മുമ്പേ എനിക്ക് അറിയാമായിരുന്നു. പക്ഷേ ആ സമയത്ത് 2019 എൻ്റെ അടുത്ത് ബ്രദർ പറഞ്ഞു, ഇപ്പോഴും നിങ്ങൾ ആചാരവും അനുഷ്ഠാനങ്ങളും അതുപോലെ സഭാചരിത്രം പറയുന്ന കാര്യങ്ങളും കൗമകളും പിന്നെ അതുപോലുള്ള പാട്ടുകളും പാടിയാണ് ഇപ്പോഴും പോകുന്നത്. സത്യമായ വചനം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഒരു ഫ്രണ്ട്ലിയാണ് ലിജിൻ ബ്രദറും അവരെ സഹോദരി എല്ലാം സംസാരിച്ചത്. പക്ഷെ അതെന്നെ കുറച്ച് ആഴത്തിൽ ഇടപെടുത്തി. അതിനുശേഷം ഞാൻ നാട്ടിൽ പോയി. പിന്നെ വളരെ ക്ലിയറായി ബൈബിൾ വചനം പഠിച്ചു തുടങ്ങി. സമയമെടുത്ത്, അതുപോലെ നമുക്ക് പെട്ടെന്ന് ചോദിക്കുമ്പോൾ ആരും പറയത്തില്ല. അതുപോലെ യൂട്യൂബുകളിലൂടെയും അതുപോലെ ഹിസ്റ്ററി എന്തുവാ പഠിച്ചു, ഓർത്തഡോക്സ് സഭയുടെ ഹിസ്റ്ററി എന്തുവാ, അല്ലെങ്കിൽ ഇപ്പോൾ കടന്നു വന്നിരിക്കുന്ന ഓർഗനൈസേഷൻ്റെ എന്തൊക്കെ സഭാചരിത്രം അതെല്ലാം പഠിച്ചതിന് ശേഷമാണ് എനിക്ക് ഇതൊക്കെ ചുമ്മാ ഒരു ഓർഗനൈസേഷന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലാതെ യേശു ക്രിസ്തുവിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടല്ല എന്ന് എനിക്ക് അതിലൂടെ മനസ്സിലായി. അതിനുശേഷം വീണ്ടും അന്നേരം ഈ കാര്യങ്ങൾ ഞാൻ ഞങ്ങളുടെ സഭയിലെ അച്ഛൻ്റെ അടുത്തും സംസാരിച്ചു. അച്ഛനടുത്ത് ഞാൻ ഒരേ ഒരു കാര്യം ചോദിച്ചു, അച്ഛാ ഈ ലെവലിൽ ഇരുന്നാൽ എനിക്ക് 2ാമത്തെ ലെവലിലേക്ക് പോകാനൊക്കുമെന്ന് ഞാൻ വളരെ ക്ലിയറായിട്ട് അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചു. അന്നേരം അച്ഛന് മനസ്സിലായി ഇവൻ വേറെ എവിടെയോ, എല്ലാവരും പറയുമല്ലോ പെന്തിക്കോസ്, ആ ഒരു ഒറ്റ പറച്ചിലാണ് ഓർത്തഡോക്സുകാരുടെ മെയിൻ കാര്യം. അപ്പം ഇപ്പം ഞാൻ ഇപ്പോഴും തന്നെ പറയുന്നില്ല, ഇപ്പോൾ ഓർത്തഡോക്സുകാരുടെ പ്രൈസിലോട് എനിക്ക് പറയാൻ ഒക്കത്തില്ല, ഉടനെ ആ ചിന്ത. അപ്പോൾ ദൈവത്തിന് സ്തുതി, മലയാളം പറയുമ്പോൾ ഇച്ചിരി ദൈവത്തിന് സ്തുതി തിരിച്ച് ഓർത്തഡോക്സുകാർ പറയുന്നുണ്ട് എക്സാമ്പിൾ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് പഠിച്ച് അച്ഛൻ 2.5 മണിക്കൂറും ഫോണിൽ കൂടെ കൊറോണ സമയത്ത് തന്നെ ബ്രെയിൻ വാഷ് ചെയ്തു. അതെല്ലാം പോയിട്ട് അല്ലെങ്കിൽ തിരിച്ചിവിടെ വരൂ, ഇവിടെയാണ് എൻ്റെ കറക്റ്റായ സഭാചരിത്രം അല്ലെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതിലൊന്നും ഞാൻ പിടികൊടുക്കാതെ പിന്നെ ഇതിലേക്ക് നിറയെ ബൈബിൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു. അതിനുശേഷം 2019 നവംബർ വീണ്ടും ഞാനും എൻ്റെ വൈഫും കൂടെ തിരിച്ചു വന്നു. വൈഫ് RC ആയിരുന്നു, റോമൻ കത്തോലിക്കായിരുന്നു. നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ ഓർത്തഡോക്സിലോട്ട് മാറി. എൻ്റെ സഭാചരിത്രം ആ ഫോർമാറ്റിലായിരുന്നു കഴിഞ്ഞത്. പിന്നെ നവംബർ ഫസ്റ്റ് വീക്ക് ഇവിടെ വന്ന് ഇവിടെ അപ്പോൾ ലിജിൻ എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ലിജിനെ വിളിക്കുകയും ഒരു മെൻറ്റർ മാതിരി ലിജിനെ വാട്സപ്പ് കോളിലും അതുപോലെ വോയിസ് മെസ്സേജുകളിലും എല്ലാം വിളിച്ച് വളരെ നല്ല രീതിയിൽ ആ സമയത്ത് പിന്നെ അവിടെ ഇരിക്കുമ്പോൾ തന്നെ നിറയെ കാര്യങ്ങൾ എഫേസ്യറിൻ്റെ ബൈബിള് മൊത്തം പറഞ്ഞു തന്നു. എന്തോ ഹിസ്റ്ററി ജെനസിസ് 1 തൊട്ട് റവല്യൂഷൻ 22ാം അധ്യായം വരെ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് അത് വളരെ ഡിസ്കസ് ചെയ്ത് പിന്നെ എൻ്റെ അറിവും പ്രാർത്ഥനയും ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച്, നിങ്ങൾക്കറിയാം ഓർത്തഡോക്സ് സഭയിൽ നിന്ന് ഒരാൾ വിട്ടുവരാൻ വലിയ പാടാണ്. എൻ്റെ പപ്പാമ്മയെയും നനീനെയൊക്കെ ഇപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിലൂടെ കടന്നു വരാൻ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പം ഇത് വന്നു, അതെല്ലാം കഴിഞ്ഞു. പിന്നെ നവംബറിൽ വന്നു. നവംബർ 6ാം തീയതി ഇവിടെ സീബ് ഇവിടുത്തെ സീൽ ഇവിടെ എന്നെയും എൻ്റെ വൈഫിനെയും ജേക്കബ് പാസ്റ്റർ സ്ഥാനപ്പെടുത്തി. ലിജിനും ഫാമിലി എല്ലാം ഉണ്ടായിരുന്നു. അന്ന് അത് കഴിഞ്ഞ് സ്നാനം കഴിഞ്ഞു വന്നിരുന്നപ്പം പിന്നെ ഉടനെ പാസ്റ്റർ പറഞ്ഞ് ഇനി പഴയയിലോട്ടൊന്നും പോകരുതെന്ന് ഒരേ വാർത്ത എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ ഉടനെ പാസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞത്, ഇല്ല പാസ്റ്റർ, എന്നെ 37 വയസ്സോളം എന്നെ ദൈവം നടത്തി, ഫിസിക്കൽ എല്ലാ കാര്യങ്ങളും ദൈവം തരുന്നുണ്ട്, ഞാൻ ആ പള്ളി പോകുമ്പം തന്നെ ഇതെല്ലാം കിട്ടുന്നതെന്ന് ഒരേ വാർത്ത പറഞ്ഞു ഞാൻ. അപ്പോൾ പാസ്റ്റർ വിഷമമായി കാണും, മേ ബി പരിശുദ്ധാത്മാവിലിരിക്കുമ്പോൾ തിരിച്ച് വീണ്ടും ഞാൻ ആ പള്ളിയിൽ പോയി ആചാര അനുഷ്ഠാനങ്ങളും മീഡിയേറ്റർ പ്രെയർ അതുപോലെ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ഉത്സവങ്ങൾ, പെരുന്നാളുകൾ, അങ്ങനെതായ നിറയെ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യുമ്പോൾ പാസ്റ്റർ വിഷമിച്ച് കാണും. പിന്നെ ഞാൻ അവിടെ പോയി. പിന്നെ 1 വർഷത്തോളം ഞാൻ അവിടെ പോയി. പിന്നെ ഞാൻ പഠിച്ച് നിന്ന് നിറയെ കാര്യങ്ങളിലൂടെ അത് തെറ്റാ. അന്നേരമാണ് ദൈവം എനിക്ക് ഒരേ ഒരു വാർത്ത തന്നത്. മത്തായി എഴുതിയ സുവിശേഷം ഒന്ന് വായിക്കാൻ എല്ലാവർക്കും. 5ാം അധ്യായം 45ാം വാക്യം. മത്തായി എഴുതിയ സുവിശേഷം 5:45. എന്ന ഈ വാർത്ത അതിൽ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും ആ ഒരു 4 വാക്യം 4 വേർഡ് എന്നെ വലുതായിട്ട് കുലുക്കി. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് 37 വർഷം എനിക്ക് ഈ മഴയും മഞ്ഞും എല്ലാം ഏത് രീതിയിലായിരുന്നു തരുന്നത്? നീതികെട്ടവരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും വർഷിക്കുന്ന ആ മഴയും മഞ്ഞുമാണ് ഞാൻ കൊണ്ടതെന്ന് എനിക്ക് പിന്നെ പൂർണ്ണമായി ബോധ്യമായി. അതുകൊണ്ട് തിരിച്ച് ഞാൻ ഈ വചനം എന്നെ ഭയങ്കരമായിട്ട് അതിലാണ് പിന്നെ നീതിമാന്മാർക്കും നീതികെട്ടവർക്കും അങ്ങനെ വാണുകൊണ്ട് നമുക്ക് ആ സൂര്യനെയും
അല്ലെങ്കിൽ ആ വെളിച്ചവും മഴയും മഞ്ഞും എല്ലാം നമുക്ക് നേടാവുന്ന ഭയങ്കരമായൊരു സാക്ഷ്യമാണ്. ഇപ്പോഴും സുവിശേഷ പ്രവർത്തനം ചെയ്യുമ്പം ആ വാക്ക് വെച്ചാണ് എക്സാമ്പിൾ ഓർത്തഡോക്സുകാരുടെ അടുത്തും റോമൻ കത്തോലിക്കരുടെ അടുത്തും പറയുന്നത്. അപ്പോൾ അതൊരു വലിയ സാക്ഷ്യം. അതിനുശേഷം 6-ാം തീയതി സ്നാനം കൊണ്ടു, അല്ല അത് ചെയ്തു. പിന്നെ ആ പള്ളി പൂർണ്ണമായി വിട്ടിട്ട് ഇപ്പം ഞാൻ ആക്ച്വലി ചെന്നൈയിൽ SRM യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കേട്ടിരിക്കും താമ്പരം, അവിടെ ഒരു ന്യൂ ലൈഫ് അസംബ്ലി ഓഫ് ഗോഡ് ചർച്ച്, അതിൽ ഇംഗ്ലീഷിൻ്റെ വർഷിപ്പാണ്. അതിൽ രാവിലെ 10 മണി തുടങ്ങി 12 വരെ. അതെൻ്റെ മക്കളും വൈഫും എൻ്റെ കൂടെ സ്ഥാനപ്പെട്ടിരുന്നു. ഇനിയിപ്പം അപ്പോൾ അവിടെ പോയിക്കൊണ്ട് കുഞ്ഞുങ്ങൾ ബൈബിൾ സ്റ്റഡി അങ്ങനെയുള്ള കാര്യങ്ങളും. പിന്നെ മോക്കിപ്പോൾ 12 വയസ്സായി. ഇപ്പം ബാപ്റ്റിസത്തിൻ്റെ കൗൺസിലിംഗ് ക്ലാസ്സുകളൊക്കെ ഇപ്പോഴേ എന്നിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പറയുമ്പം നമ്മൾ ഫസ്റ്റ് നമ്മുടെ കുടുംബത്തിലെ വൈഫിനെയും കുഞ്ഞുങ്ങളെയും ആ രീതി കൊണ്ടുകൊണ്ട് വേണം വെളി ഇറങ്ങാനെന്നുള്ളൊരു വചനമുണ്ട്. അപ്പോൾ അതിൽ അങ്ങനെ പോവുകയാണ്. അപ്പോൾ അതാണ് എൻ്റെ ഒരു ഫിസിക്കലി ഉള്ളതും. അത് ഫിസിക്കലി പോകുകയാണെങ്കിൽ ഞാൻ ദൈവം സഹായിച്ച് ഡിപ്ലോമ ബിരുദാനന്ദ ബിരുദം 2 ഇപ്പോൾ ലാസ്റ്റ് ഡിസംബർ ഞാൻ ഡോക്ടർ ഓഫ് ഫിലോസഫി ഓഫ് സിവിൽ എഞ്ചിനീയറിംഗിലും പാസ്സായി. അപ്പോൾ അതെല്ലാം ഫിസിക്കലി ദൈവം തരുന്നു, നമുക്ക് എല്ലാവർക്കും തരുന്ന ഫിസിക്കലാണ്. അപ്പോഴാണ് പൗലോസ് പറയുന്നത് എബ്രായൻ എന്ന് പറഞ്ഞ് നിറയെ സവിശേഷങ്ങൾ പറയുന്നത്. അതെല്ലാം എനിക്ക് ചപ്പും ചവറുമ എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ്. അപ്പോൾ അത് ദൈവം എനിക്ക് ഭൗതികമായി തന്ന അനുഗ്രഹങ്ങളാണ്, അതിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇത്രയാണ് എൻ്റെ മെയിനായിട്ടുള്ള സോഷ്യൽ. ഇനി കുറച്ച് ആത്മീയ വർദ്ധന ഒരു 5-10 മിനിറ്റിൽ ഞാൻ സംസാരിക്കാം. ഒന്ന്, നമുക്കറിയാം ഇപ്പം ഞാൻ തന്നെ ഇപ്പം ദൈവം സഹായിച്ച് നിറയെ സുവിശേഷ പ്രവർത്തനങ്ങൾ ദൈവകൃപയാൽ ചെയ്യുന്നു. എക്സാമ്പിൾ ഹിന്ദുസിൻ്റെ അടുത്ത് മുസ്ലിമിൻ്റെ അടുത്ത് ക്ലിയറായിട്ട് പോയി പറയുന്നു. അതിന് മേലെ ആത്മീയ വർദ്ധന എന്ന് പറയുന്നത് ഇപ്പോഴത്തെ RC എക്സാമ്പിൾ ഓർത്തഡോക്സ് മർത്തോമാക്കാരുടെ അടുത്തും പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ഫസ്റ്റ് പറയുന്നത് നമുക്ക് തന്നെ നമ്മളെല്ലാം വിചാരം, ഇപ്പോൾ എൻ്റെയും ഒരു ഫാദറിൻ്റെ റിലേഷൻ എല്ലാം അവരൊരു 15 വർഷം മുമ്പേ സ്നാനപ്പെട്ട്, പക്ഷെ അവരൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞു തന്നില്ല വചനം. ഞാൻ ഇപ്രാവശ്യം ലാസ്റ്റ് മുമ്പ് ചോദിച്ചു, നിങ്ങൾ അന്ന് എൻ്റെ അടുത്ത് എന്തോ വചനം അല്ലേ പടി എന്നുള്ളൊരു ഇത് പറഞ്ഞ് നമുക്ക് തരുന്നില്ല. അതിപ്പോൾ ഇതിലൊക്കെ കാണുമ്പം ഇതുപോലുള്ള സഹോദരന്മാരുടെ അടുത്തും നമുക്ക് മാത്രമല്ല രക്ഷ, നമ്മുടെ നൈബർ അല്ലെ ഫ്രണ്ട്സ്, വർക്ക് ചെയ്യുന്ന ഓഫീസ്, അവരിതെല്ലാം നമ്മൾ നാണം കൂടാതെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും സൗമ്യതയോടെയും കൂടെ ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ ബൈബിളിൽ 66 പുസ്തകമാണ്, പഴയതും 30 27 എന്ന് ക്ലിയറാണ് നമുക്കറിയാം. പക്ഷേ RCക്കാരുടെ ഓർത്തഡോക്സുകാരുടെ എല്ലാം 73 പുസ്തകങ്ങളാണ്. അതിലാണ് 7 അപ്പോക്രിഫ എന്ന് പറയുന്ന 7 പുസ്തകങ്ങളുണ്ട്. അതിലാണ് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, നമുക്കറിയാവുന്ന വിഷയങ്ങൾ അവരുടെ അടുത്ത് ആത്മീയ വർധന ചെയ്യേണ്ടത് നമ്മുടെ കാര്യമാണ്. അല്ല നമ്മൾ ഒരു വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഒരു ഞായറാഴ്ച വന്നിട്ട് 2 അവർ പ്രാർത്ഥിക്കുന്നതിലല്ല കാര്യം. കൂടുതൽ അതിലൊരു വാക്യങ്ങളുണ്ട്, നമ്മുടെ ജെയിംസ് 1:22, നമ്മൾ വചനം പഠിക്കുന്നു, അത് നമ്മുടെ പ്രാവർത്തികമാക്കണം. ആ വചനം പഠിക്കണമെങ്കിൽ നമ്മൾ ബൈബിൾ വായിക്കണം. അങ്ങനെ നിറയെ കാര്യങ്ങൾ അതിൻ്റെ ബാക്കിലുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. എത്ര പുസ്തകം ഉണ്ടെന്ന് അതുപോലെ ഇന്നലെ തന്നെ ഞാൻ ഒരു ഫാമിലി എടുത്ത് പോയി, അവർ RC ഫാമിലി, വീട്ടിൽ ഒരു ബൈബിൾ പോലും ഇല്ല. എനിക്ക് അത്രയ്ക്ക് ഇതായിപ്പോയി. RC ഫാമിലിയാണ്, 2 കുഞ്ഞുങ്ങളുണ്ട്, ഫിസിക്കലി എല്ലാം നല്ല രീതിയിൽ വീട്ടിൽ ഒരു ബൈബിൾ പോലും ഇല്ല. ഇനി വീട്ടിൽ നിന്ന് വരുത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പിന്നെ ഒരു CSA ഫാമിലി പോയി, അവർക്കും ബൈബിളിനെ കുറിച്ച് ഒന്നുമില്ല, ബൈബിൾ വായിക്കുന്നില്ല, കുടുംബ പ്രാർത്ഥനയില്ല, അങ്ങനെ നിറയെ. അപ്പോൾ നമ്മുടെ ഫിസിക്കലി കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ദൈവത്തിനെ സന്തോഷിച്ചു. പക്ഷെ ഇത്രയും മക്കൾ ഈ ലോകത്ത് ക്രിസ്ത്യ പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു ശേഷിപ്പ് മാത്രമേ മേലെ എടുക്കുന്നു, വളരെ വ്യക്തമായാണ് പാസ്റ്റർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പോയി പറയണം. അതുപോലെ നമുക്കറിയാം മലാക്കിക്ക് ശേഷം 400 വർഷത്തോളം ഒന്നുമില്ല. ആ സമയത്ത് നിലയെ സംഘടനകൾ അസോസിയേഷൻ വന്നു. ഇതാ പരീശര്, സദൂക്യര്, ശാസ്ത്രിമാർ, ദെൻ ഹരോദിര്, 4. ആ 4 വർഷത്തിൽ 4 വന്നോളെ. പക്ഷേ ഈ 2000 വർഷത്തിൽ 50,000 to 1,00,000 ഓർഗനൈസേഷനാണ് കടന്നു വന്നേക്കുന്നത്. എത്ര സഭകൾ 2000 വർഷം RC തൊട്ട് സ്റ്റാർട്ട് ചെയ്ത്, അതാണല്ലോ സ്റ്റാർട്ടിങ്. അത് വെച്ച് അവർക്കെല്ലാം വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, അതാണ് മെയിൻ. അതുപോലെ ഇപ്പോഴത്തെ സഭകളിലൊക്കെ ഞാൻ പോകുമ്പം ശ്രദ്ധിക്കുന്നത്, ചെന്നൈയിൽ നിറയെ അല്ലാത്ത ഓർത്തഡോക്സ് അല്ലാതെ പെന്തക്കോസ്ത് സഭകളിലും ഫ്രണ്ട് സഭകളിലൊക്കെ ഞാൻ പോകുമ്പം അവരിപ്പോഴും ഒരേ കോൺസെപ്റ്റ്, ജെനസിസ് 1 തൊട്ട് ജോൺ സുവിശേഷങ്ങളിലെ 4 അത് മാത്രമാണ് കൂടുതൽ പ്രസംഗിക്കുന്നത്. ഏത് സഭയിൽ പോയാലും ജോസഫ്, അബ്രഹാം, മോസസ്. നമ്മൾ 10-20 വർഷം കൊണ്ട് അല്ലെ ഇരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയാം. നമ്മുടെ ദൈവം സർവശ്രേഷ്ഠനായ ദൈവമാണ്, പവർഫുൾ ദൈവമാണ് നമുക്കറിയാം. ഇത് തന്നെ നമ്മൾ പറയുക. പുതിയ നിന്ന് നോക്കിയ ആദ്യത്തെ 4 സുവിശേഷം, ആ 4 സുവിശേഷം എന്ന് പറയുന്നത് വിശ്വാസം കിട്ടി. യേശു ക്രിസ്തു വന്നു 2000 വർഷം മുമ്പ് 13 വർഷം മുമ്പ് വിശ്വസിക്കാനാണ് പറഞ്ഞു. അപ്പോൾ രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞു. ആ വിശ്വാസം കിട്ടിയിട്ട് ഇപ്പോഴും 20 വർഷമായിട്ടും ഈ വിശ്വാസത്തിൽ ഇരിക്കുക. ജെനസിസ് 1 തൊട്ട് ജോൺ വരെ ഇരിക്കുക. അതിനുശേഷം റോമർ തൊട്ട് അല്ല അപ്പോസ്തല പ്രവൃത്തികൾ തൊട്ട് ജൂദ വരെ, അത് ലേഖനങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ റോമർ 1 വരുന്നിട്ട് ജൂദ തന്നെ 3 എസ്തേർ യൂദ, വേറൊരു യൂദ, ഇത് യേശുക്രിസ്തുവിന്റെ സഹോദരനായ യൂദ. അപ്പോൾ ഇതിലാണ് ആ വിശ്വാസം എന്തോ ചെയ്യാൻ പറ്റുന്നത്,
ഉറപ്പിക്കാൻ പറ്റുന്നത്. ഇത് നമ്മുടെ സഭകളിൽ അല്ലെങ്കിൽ ഏത് സഭകളിലും നമ്മൾ ആത്മീയ വർധന വർത്തുന്ന RC ഓർത്തഡോക്സ് ഏത് വിശ്വാസികളെടുത്ത് നമ്മൾ ഈ വിശ്വാസം ഉറപ്പിക്കാനുള്ള ഈ വചനം വായിക്കാൻ പറയണം. ആ വചനം ഞാൻ ഇപ്പോൾ ഹിന്ദുവിൻ്റെ അടുത്ത് തന്നെ പറയുന്നത്, അവർക്ക് റീബർത്ത് 33 കോടി ദേവതാരുക്കളുണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഞാൻ സുശേഷം പറയുമ്പം നിങ്ങൾക്ക് ഫിസിക്കലി ലൈഫ് തരും. അപ്പോൾ അവർ പറയും ഞങ്ങളുടെ ശിവനും കൃഷ്ണനും ഒക്കെ ഞങ്ങൾക്ക് 3 നേരം ഫുഡും. ഇപ്പം നോക്കി 800 കോടി മക്കൾ ഈ ലോകത്തുണ്ട്, 190ഓളം കൺട്രി ഉണ്ട്. അവർക്കെല്ലാം 3 നേരം ആഹാരം കൊടുത്ത് സന്തോഷമായിട്ട് ദൈവം വെച്ചേക്കുക. പക്ഷേ നമ്മുടെ യേശു ക്രിസ്തു എന്തോ വരുന്നയാ? നിത്യജീവൻ തരുന്നയാ. അത് വെച്ചേ ഞാൻ എനിക്കവിടെ സംസാരിക്കാവുള്ളൂ, ഹിന്ദുവിൻ്റെ അടുത്തും മുസ്ലിങ്ങളുടെ അടുത്തും. ഈ 3 ഫുഡും നമ്മളെക്കായി റിച്ച് മാൻ, ഫിനാൻസ്, വെൽത്ത്, കാറ് എല്ലാം ഹിന്ദുസിനും മുസ്ലിമിനും ഇഷ്ടം പോലെ ഉണ്ട്. അത് ഫിസിക്കലി വെച്ച് സംസാരിക്കാക്കത്തില്ല. മറിച്ച് അവർക്ക് റീബർത്ത് കോൺസെപ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം അവരടുത്ത് പറയുമ്പം ഈ നിത്യജീവൻ മാത്രമേ നമുക്ക് പറയാനൊക്കൂ. അതുപോലെ ക്രിസ്ത്യാനികളെടുത്ത് ഞാൻ പറഞ്ഞു, ഇവരുടെ അടുത്തൊക്കെ ബൈബിളിനെ കുറിച്ച് പറയുക, എന്തൊക്കെ പോയിന്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ വിശ്വാസം ഉറപ്പിക്കുവാനുണ്ട്. 3-ാമത്തെ ലാസ്റ്റ് ഏതാ? 27-ാമത്തെ പുസ്തകം വെളിപാട്. ആ വെളിപാട് എന്തുവാ ചെയ്യണ്ടേ? തയ്യാറെടുപ്പ്. നമ്മൾ തയ്യാറെടുത്തോ? ഇല്ല. വിശ്വസിച്ചു, വർഷങ്ങളോളം കൊണ്ട് അപ്പനും അമ്മ, ഗ്രാൻഡ് ഫാദറും കുഞ്ഞുങ്ങളെല്ലാം വിശ്വസിച്ചിരിക്കുക. വിശ്വാസം ഉറപ്പിച്ചിട്ടില്ല ഇതുവരെ. ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലേഖനങ്ങൾ വായിക്കുമ്പം നമ്മുടെ സീക്രട്ട് പാവങ്ങൾ, രഹസ്യഭാവങ്ങൾ, ഞാൻ ഹിന്ദുസിന് പറയുന്നത്, നിങ്ങൾ ഇത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങളുടെ അപ്പൻ അറിയത്തില്ല, വൈഫ് അറിയത്തില്ല, ഭർത്താവ് അറിയത്തില്ല, നിങ്ങളുടെ സീക്രട്ട് പാവങ്ങൾ ഇതിൽ കൊലോസിലൊക്കെ 19 വിധം ഇഷ്ടംപോലെ പാവങ്ങൾ. അത് വായിക്കുമ്പോഴാണ്, അത് വായിച്ച് കിട്ടി അതുവരെ നടന്നാലേ എവിടെ കിട്ടത്തോളെ? നിത്യജീവൻ. എല്ലാവരും ഫിസിക്കലി പ്രാർത്ഥിക്കുന്നു, ഇടയ്ക്ക് 2 പാവം ചെയ്യുന്നു, കള്ളം പറയുന്നു, നോട്ടം, അത് ഇത്, ആഴ്ചയിൽ ഒരു ദിവസം വന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ചെയ്തിട്ട് നമുക്ക് എക്സാം പാസ്സാവും, കാറ് ലോൺ പാസ്സാവുന്നു, കുഞ്ഞുങ്ങളുടെ അല്ലെ പൂർണ്ണ സൗഖ്യം കിട്ടുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെന്താ വിചാരിക്കും? ഓണായിട്ട് അങ്ങ് ജസ്റ്റിഫൈ ചെയ്യുക. ചെയ്തിട്ടും ദൈവം നമുക്കതെല്ലാം തന്നു. അത് നമുക്ക് ഫിസിക്കൽ ലൈഫ് 70, 80 അല്ലെ 100 വയസ്സ് നമുക്ക് ഷുവറായിട്ട് തരും. പക്ഷെ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ ഈ ലേഖനങ്ങൾ വായിച്ച് അങ്ങനെയുള്ളൊരു വേർപെട്ട ജീവിതം നയിച്ചാലേ നിത്യജീവനുള്ളൂ. അത് ഭയങ്കര അത് എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അല്ലെ ഫിസിക്കലി എല്ലാം തരുന്നുണ്ട്. അത് നമ്മളും ഫ്ലഷാണ്, ദേഹമാണ്, ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലൂടെ നമുക്ക് നിത്യജീവൻ എന്ന് ഒരു ക്രിസ്ത്യാനികളോ അല്ലെങ്കിൽ ഏത് വിശ്വാസികളായാലും സഹവിശ്വാസികളും ധരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ സമയത്ത് 2025 നമ്മൾ പറയുന്നു, വിശ്വസിച്ചു, വിശ്വാസം ഉറപ്പിച്ച് ഇനി നമ്മൾ തയ്യാറെടുക്കണ്ടേ. ഇന്നത്തെ പാട്ടിൽ തന്നെ ക്ലേശവും ദുഃഖവും എല്ലാം പോയി 2ാമത്തെ വരവിനായി നമ്മൾ റെഡി ആയിട്ടിരിക്കണം. ഇപ്പം വിളിച്ചാൽ നമ്മൾ റെഡിയാണ്. നമ്മൾ ശോധന ചെയ്ത് നോക്ക് നിങ്ങളുടെ ജീവിതത്തിൽ. ഇപ്പം വിളിച്ചാൽ കിട്ടുമോ? ഇപ്പം തന്നെ ഞാൻ ആ വചനം എഴുതി വെച്ചിരുന്നു, മത്തായി 7:22. അധർമ്മ സന്തതികളെ, ബുദ്ധിഹീനരെ, പിശാചിൻ്റെ മക്കളെ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, ഡോറക്കം നീ ആരാന്ന് ഇത്രയും പ്രാർത്ഥിച്ച് പോസിച്ചിട്ട് അവിടെ പോയി തുടർന്ന കേട്ടോ. അതുകൊണ്ട് ഇന്ന് തൊട്ട് നമ്മൾ പുതിയ സൃഷ്ടി എന്ന് പറയും. വിശ്വസിക്കുക, വിശ്വാസം ഉറപ്പിക്കുക, തയ്യാറെടുക്കുക. അത് ഒരു കോൺസെപ്റ്റ്. 2ാമത്തെ പറയുന്നത് നമ്മൾ റോമൻ്റെ ഒക്കെ പറഞ്ഞ് അതിലൊക്കെ സ്നാനം എങ്ങനെ എടുക്കണം, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു, അതും പറഞ്ഞു. 3ാമത് പറയുന്നത് നമ്മൾ നൈറ്റ് പ്രയറുകൾ നമ്മുടെ വീട്ടിൽ ചെയ്യുന്നുണ്ട്. രാവിലെ നമ്മുടെ അപ്പച്ചനപ്പച്ചവരൊക്കെ പണ്ടൊക്കെ രാവിലെയും പ്രാർത്ഥിച്ച് പരപരമേശ, അത് രാവിലെ തിരുസന്നിധി അല്ലേ, അതുപോലെ പാട്ടുകൾ പ്രാർത്ഥിക്കും. ഇപ്പോഴത്തെ കുടുംബങ്ങളിൽ അതുണ്ടോ? ഇപ്പോൾ ഇവിടെ ചെയ്യുന്നുണ്ടായിരിക്കും. ഞാൻ ഇത് പറയുന്നത് നിങ്ങൾ അറിയാവുന്നവരടുത്ത്, നൈബർ, കസിൻസ് അല്ലെ അതർ സഭയിലുള്ളവർക്ക് ഇതെല്ലാം ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കുക. അല്ലെ നമ്മുടെ മാത്രം രക്ഷ അത് വെക്കാതെ നിങ്ങൾ നൈറ്റ് പ്രയർ ചെയ്യുന്നുണ്ട്, എന്തോ ഫസ്റ്റ് ആരാധന ചെയ്യുന്നുണ്ടോ, അല്ലെ നന്ദി പറയുന്നുണ്ടോ ദൈവത്തിന്, അതുപോലെ നമ്മുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് അവർക്കെല്ലാം ഈ കാര്യങ്ങൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതൊന്ന്. 2ാമത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ രാത്രി ഒരു 10 മിനിറ്റ് പ്രാർത്ഥിച്ചിരിക്കുന്ന അല്ലാതെ ദൈവത്തിന് വേണ്ടി നമ്മൾ 10% 10% ഒക്കെ പറയും. 24 മണിക്കൂറിൻ്റെ 10% എന്ന് പറയുന്നത് 2 hour 40 മിനിറ്റാണ്. ആ 2 hour 40 മിനിറ്റ് നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നുണ്ടോ? അതും വലിയ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. ഞാൻ ഇവിടെ എന്ത് പറഞ്ഞാൽ ആരും മനസ്സിനെ വിഷമിക്കരുത്, എന്നെ പറയും. ഇത് ഞാൻ ഒരു 2 വർഷം കൊണ്ട് എഴുതി വെച്ചേക്കുന്ന നോട്ട്സാണ്. ഞാൻ ഈ നോട്ട്സ് തമിഴ്നാട്ടിൽ തമിഴ് രീതിയിൽ എടുത്തു കൊടുത്തു. പക്ഷെ മലയാളത്തിൽ ഇത്രയും പേര് വെച്ച് ദൈവം എനിക്ക് ആദ്യമായിട്ട് ഇത് പറയാൻ എനിക്കൊരു അവസരം തന്നു. അതുപോലെ ഈ ബൈബിള് അന്ന് ലിജിൻ ബ്രദർ ഇവിടെ എനിക്ക് സ്നാനം കൊടുക്കുമ്പോൾ ഈ ബൈബിളാണ്. അപ്പോൾ ഈ ബൈബിൾ വെച്ച് ഇന്ന് ഇവിടെ വെച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ വചനം പറയാൻ തന്നതിലും ദൈവം ഭയങ്കരമായിട്ട് പ്രവർത്തിക്കുന്നു, ഒരു പാത്രമായി തിരഞ്ഞെടുക്കുന്നു എന്നതിനാൽ ഞാൻ സന്തോഷിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ വചനം, അതുപോലെ ബൈബിൾ വായന. ഇപ്പം എൻ്റെ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ സ്നാനം കൊണ്ടിട്ട് ഇപ്പോൾ ഇത്ര വർഷമായി. എത്ര പ്രാവശ്യം നിങ്ങൾ ബൈബിൾ വായിച്ച് തീർത്തിട്ടുണ്ട്? എക്സാമ്പിൾ, ആ ബൈബിൾ വായിച്ചാലേ അതിനനുസരിച്ച് നമ്മൾ നടക്കാൻ നോക്കും. അല്ല ഒരു പാസ്റ്ററൊക്കെ ഒരു ലിമിറ്റേ പറയും, അല്ലെങ്കിൽ യൂട്യൂബിൽ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന അഭിഷിക്തന്മാർ പറയുന്ന ഒരു ലിമിറ്റേ പറയും. ഈ ബൈബിൾ എത്ര പ്രാവശ്യം ഓരോരുത്തർ വായിച്ചിട്ടുണ്ടെന്ന് ശോധന ചെയ്യണം. എന്നുവെച്ചാൽ ഒരു വർഷം 72 മണിക്കൂർ, ലേറ്റസ്റ്റ് പറഞ്ഞ 72 മണിക്കൂറിൽ ബൈബിൾ വായിച്ച് തീർന്നവരുണ്ട് അഭിഷിക്തന്മാർ. നമ്മൾ മിനിമം ഒരു വർഷം ഒന്ന് വെച്ച്
സ്നാനപ്പെട്ടതിന് ശേഷം ഇപ്പോൾ 20-25 പ്രാവശ്യമൊക്കെ നമുക്ക് വായിച്ചു തീർക്കാം. പക്ഷെ നമ്മളതിന് സമയം കണ്ടെത്തുന്നില്ല. അത് വളരെ ഒരു ഇതാണ്. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ ബൈബിൾ സ്റ്റഡി നമ്മൾ ഒരു ഹാഫ് ആൻ അവറോ 1 അവറോ നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് ശോധനയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഇവിടെ വന്നതിന് കർത്താവ് നമുക്ക് നൽകി തരേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. സർവശക്തനായി ഞങ്ങളുടെ കർത്താവേ, നല്ല രാത്രികാലത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ മാറാത്ത തിരുവചനം നിൻ്റെ ദാസനിൽ കൂടെ കേൾക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കിയല്ലോ. വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് ഞങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായിരിക്കാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസത്തിൽ ഉറച്ചു കർത്താവേ, മറ്റുള്ളവരോട് ഈ തിരുവചനം പ്രസ്താവിപ്പാൻ അവിടെ ഞങ്ങളെ ശക്തീകരിക്കണമേ. ലേഖനങ്ങൾ വായിച്ച് നിത്യജീവനെ, വിശുദ്ധീകരണം പ്രാപിച്ച് നിത്യജീവനെ പ്രാപിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരുമാറാകണമേ. ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയൊക്കെയും മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് പുനഃസ്ഥാപിക്കുവാൻ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായി ദൈവസന്നിധിയിൽ ഇരിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ബൈബിൾ വായിക്കുവാനും പഠിക്കുവാനും കർത്താവേ, അത് മറ്റുള്ളവർക്ക് ആമേൻ സ്തോത്രം വിവേചിച്ചു കൊടുപ്പാനും സ്വർഗത്തിൽ ദൈവം ഞങ്ങളെല്ലാവരെയും ശക്തീകരിക്കണമേ. കർത്താവേ, അവിടെ ഞങ്ങളോട് അരുളിച്ചത് പ്രകാരം സുവിശേഷം പ്രസംഗിക്കുവാൻ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്നുള്ള ആ ദൈവത്തിൻ്റെ വചനം കർത്താവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ പ്രാവർത്തികമാക്കുവാൻ കർത്താവേ, അതൻ പ്രകാരം ഹല്ലേലൂയ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളെ ചെയ്യുന്നവരായി തീരുവാൻ ഞങ്ങളെല്ലാവരെയും ശക്തീകരിക്കണമേ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഹല്ലേലൂയ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാർന്നൊക്കെ വേണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുന്നുള്ള ദൈവത്തിൻ്റെ വചനപ്രകാരം ഈ വചനം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. പ്രിയ സഹോദരനെ കർത്താവ് ബലപ്പെടുത്തണമേ. വീണ്ടും തന്നെ അയക്കുന്ന സ്ഥാനങ്ങളിൽ അനേകരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ സ്വർഗ്ഗം ഇടയാക്കണം. കടന്നു വന്ന ജനത്തിനായിട്ട് സ്തോത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാ അനുഗ്രഹ സമൃദ്ധിയും നിൻ്റെ കുഞ്ഞുങ്ങൾ കൊടുക്കണം. സൗഖ്യവും ബലവും കർത്താവെ അവിടെ നിന്ന് കൊടുത്ത് സമാധാനത്തോടെ സന്തോഷത്തോടെ മടക്കി അയച്ചിരിക്കുക. സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയറിയുവായി മനസ്സലിയുടയ മഹോന്നതമാരനെ വന്ദനം നിനക്കാമേ. മനസ്സലിയുടയ മഹോന്നതമാരനെ വന്ദനം നിനക്കാമേ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കടന്നുപോകുന്ന ജനത്തോടും ഭൂമിയുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ ഇന്ന് വരുന്നേക്കും കർത്താവിൻ്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. മറക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. നമുക്ക് സമാധാനത്തോടെ